ആ കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ Q&A സെഷനില് പുതിയ ആൾക്കാരും ഉണ്ടല്ലേ, നമ്മുടെ യൂഷ്വൽ റെഗുലർ ബാച്ചിലല്ലാതെ ടെസ്റ്റ് ബാച്ചിലും ഉള്ളവരുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഏകദേശം 18 ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. കുറവാണല്ലോ, നമ്മുടെ ക്ലാസ്സിൽ തന്നെ 20 പേര് ഉണ്ടാവേണ്ടതാണല്ലോ. ഓക്കെ, എന്താണേലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇന്നത്തെ നമ്മുടെ അജണ്ട എന്ന് പറയുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക. അതിൽ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതായിരിക്കും. അപ്പൊ ഒന്ന് റിഫ്രഷ് ചെയ്യുക, അതൊക്കെ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യുക. അങ്ങനെ ഒരു സെറ്റപ്പ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം എല്ലാം അറിയണമെന്നുണ്ടാവില്ലല്ലോ. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുതിയതായിട്ട് പഠിക്കാം എന്നതുകൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു നിങ്ങൾ പറ്റുവാണെങ്കിൽ ഇതൊക്കെ ഒന്ന് വായിച്ചിട്ട് വരണമെന്ന്. അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്കഷൻ പോലെയും ആവാം. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ഓർത്തിരിക്കും. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുമ്പോൾ കുറച്ചുകൂടെ ഓർത്തിരിക്കാനായിട്ട് എളുപ്പമുണ്ടാവും. അതാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്നാണ്. സോ ഹൂ വോൺ ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഫോർ 2021? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അബ്ദുൾ റസാഖ് ഗുർന. ഓപ്ഷൻ ബി. എല്ലാവരും പറഞ്ഞല്ലോ, ഞാൻ മറ്റേ ഇതിൽ ടൈപ്പ് ചെയ്യാനാണ് അബ്ദുൾ റസാഖ്. ഓക്കെ ഓക്കെ. സോ അബ്ദുൾ റസാഖ് ഗുർനയാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ 2021 നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഓൺ ചെയ്തത്. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ, അബ്ദുൾ റസാഖ് ഗുർനയെ കുറിച്ച് കൂടുതൽ ഇന്നത്തെ പത്രത്തിലൊക്കെ വായിച്ചു കാണും അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. എന്താണ് നിങ്ങൾക്ക് ഗുർനയെ കുറിച്ച് അറിയാവുന്നത്? അതിൽ കൂടെയുള്ള ഓപ്ഷൻസിൽ കിടക്കുന്ന വേറെ ഏതെങ്കിലും പേരുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ലൂയിസ് ഗ്ലക്ക്, പീറ്റർ ഹാൻഡ്കെ, ഓൾഗ. ലൂയിസ് ഗ്ലക്ക് ലാസ്റ്റ് ടൈം നോബൽ പ്രൈസ് കിട്ടിയ ലൂയിസ് ഗ്ലക്ക്. അതെ, 2020 വിൻ ചെയ്ത ആളാണ് ലൂയിസ് ഗ്ലക്ക്. പിന്നെ വേറെ എന്തെങ്കിലും? ഓൾഗ ബുക്കർ. അല്ലല്ല, ഇവര് 4 പേരും നോബൽ പ്രൈസ് വിന്നേഴ്സ് ആണ്. സോ 2021 അബ്ദുൾ റസാഖ് ഗുർന, 2020 വരുമ്പം ലൂയിസ് ഗ്ലക്ക്, 2019 പീറ്റർ ഹാൻഡ്കെ ആൻഡ് 2018 വരുമ്പോ ഓൾഗ ടൊക്കാറസ്ക് തോന്നുന്നു ആ പേര് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് അതിന്റെ ഓരോ ഓർഡർ. ഓക്കെ. സോ ഇനി നമുക്ക് ഓരോരുത്തരെയും കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം. സോ അബ്ദുൾ റസാഖ് ഗുർനയെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾ എന്തൊക്കെ കേട്ടു? ഇന്നത്തെ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്തോ, നോക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? സാൻസിബാറിലാണെന്ന് തോന്നുന്നു ബോൺ. അതെ, 18 ഇയേഴ്സ് ആയപ്പോഴത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തു. വെരി ഗുഡ്. ബ്രിട്ടനിലേക്ക്. നൂറ. ഓക്കെ ഓക്കെ, നൂറ കണ്ടിന്യൂ. 18 ഇയേഴ്സ് ആയപ്പോഴത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തു. അതെന്തോ അവിടെ ഒരു എന്തോ ഇഷ്യൂ നടക്കുമായിരുന്നു എന്ന് തോന്നുന്നു. ലൈക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. എന്തോ ഇന്റേണൽ സ്ട്രൈഫ് ആണ് അവിടെ നടക്കുമ്പോഴത്തേക്കാണ് അവർ മൈഗ്രേറ്റ് ചെയ്തത്. കൂടുതലും കൊളോണിയലിസവും അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റും ആൾക്കാർ സഫർ ചെയ്തതും ഒക്കെ ആയിരുന്നു പുള്ളിക്കാരന്റെ റൈറ്റിംഗ്സിൽ കൂടുതലായിട്ടും പറഞ്ഞിട്ടുള്ളത്. നൊബേൽ പ്രൈസ് കൊടുത്ത കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് കൊളോണിയലിസത്തിനെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് എഴുതിയിട്ടുള്ള ഒരു റൈറ്റർ എന്നുള്ള നിലയിലാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെന്ന് വായിച്ചത്. കറക്റ്റ്. എല്ലാം തന്നെ ഒരുമാതിരി എല്ലാം തന്നെ നൂറ കവർ ചെയ്തു. സോ ഗുർന എന്ന് പറയുന്ന ആള് ജനിച്ചത് ഇതേപോലെ പറഞ്ഞ പോലെ തന്നെ സൻസിബാറിലാണ്, സുൽത്താനേറ്റ് ഓഫ് സൻസിബാറിലാണ് ആള് ജനിച്ചത്. അത് ഇപ്പത്തെ കറന്റ് ടാൻസാനിയയിലാണ് ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ 18 ഇയേഴ്സ് ഒക്കെ ആയപ്പോഴേക്കും ആള് ഇംഗ്ലണ്ടിലേക്ക് റെഫ്യൂജി ആയിട്ട് പോവുകയാണ്. അവിടെയാണ് പിന്നെ സ്കൂളിംഗ് ഒക്കെ നടത്തുന്നതും. PhD എടുക്കുന്നത് കെന്റ് യൂണിവേഴ്സിറ്റിയിലാണ്. കെന്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷിൽ തന്നെയാണ് ആള് പഠിപ്പിച്ചിരുന്നത്. പിന്നെ നൂറ പറഞ്ഞ പോലെ തന്നെ ആ നോബൽ പ്രൈസ് കിട്ടിയ അതിന്റെ ഒരു ഐക്കോണിക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഇതായിരുന്നു. സോ ഹി വാസ് awarded Nobel Prize in Literature for his
uncompromising and compassionate penetration of the effects of colonialism and the fates of the refugee in the gulf between cultures and continents. അപ്പോൾ ഒരു റെഫ്യൂജീസിന്റെ സൈഡിൽ നിന്നുള്ള ഒരു റൈറ്റിംഗ്, അതേപോലെ തന്നെ കൊളോണിയലിസത്തിന്റെ കുറെ ആഫ്റ്റർമാത്തിനെ കുറിച്ചുള്ള റൈറ്റിംഗ്, പിന്നെ ഒരു ഐഡന്റിറ്റി ക്രൈസിസ്, ഏലിയനേഷൻ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ആളുടെ തീംസിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ഫേമസ് വർക്ക് എന്ന് പറയുന്നതിൽ ഒന്ന് രണ്ടെണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. പാരഡൈസ്, ഡെസേർഷൻ എന്ന് പറയുന്നതൊക്കെയാണ് 1, 2, 3 ഫേമസ് വർക്ക്. വേറെയും വർക്ക്സുകൾ ഉണ്ട്, ജസ്റ്റ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. പിന്നെ ഇപ്പൊ കറന്റ് ആള് സെറ്റിൽ ചെയ്തിരിക്കുന്നത് UK-ലാണ്. പിന്നെ വേറൊരു കാര്യം, ഗുർണയുടെ റൈറ്റിംഗ്സ് കൂടുതലും ഈസ്റ്റ് ആഫ്രിക്ക എന്നതിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ സൻസിബാറിൽ തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ റൈറ്റിംഗ്സും സെറ്റിംഗ്സ് എന്ന് പറയുന്നത് ഈസ്റ്റ് ആഫ്രിക്ക അല്ലെങ്കിൽ സൻസിബാർ എന്ന് പറയുന്നതാണ്. അപ്പൊ നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി, അബ്ദുൾ റസാഖ് ഗുർണ എന്ന് പറഞ്ഞ് അടിച്ചു നോക്കുമ്പോൾ 2-3 എൻട്രീസ് കാണാം. ഇപ്പൊ റീസെന്റ് ആയിട്ട് തന്നെ വന്നിരിക്കുന്നത് ഒന്ന് ഒരു BBC-യുടെ ഒരു എൻട്രി ഉണ്ട്, അതിനകത്ത് കൃത്യമായ അദ്ദേഹത്തിന്റെ ലൈഫും കാര്യങ്ങളും എല്ലാം തന്നെ പറയുന്ന ഒരു എൻട്രി ഉണ്ട്. പിന്നെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ നോബൽ പ്രൈസ് കിട്ടിക്കഴിഞ്ഞ അദ്ദേഹത്തിനെ വിളിക്കുന്ന ഒരു കോളിന്റെ ഒരു റെക്കോർഡിംഗ് ഉണ്ട്. നിങ്ങൾ എത്ര പേര് കേട്ടു അല്ലെങ്കിൽ കണ്ടു എന്ന് എനിക്കറിയില്ല. ആരെങ്കിലും കേട്ടവരുണ്ടോ? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഇല്ല മാം, ഇല്ല മിസ് കേട്ടില്ല. ഞങ്ങളത് മിസ് കേൾക്കുന്നുണ്ട്. പറഞ്ഞത് കേൾക്കാം, പക്ഷെ ഞങ്ങൾ മിസ് പറഞ്ഞ കാര്യം ഞങ്ങൾ കേട്ടു. ഞാൻ കേട്ടു. അങ്ങനെ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. ഓക്കെ, അപ്പൊ ആ ഒരു പറ്റുവാണെങ്കിൽ സമയമുണ്ടെങ്കിൽ ഇത് കഴിയുമ്പോ തന്നെ ഇതിനകത്ത് ഞാൻ കുറെ വീഡിയോ റെഫറൻസ് ഞാൻ ഈ ഒരു ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ട് എന്നെ ഇൻസ്പിറേഷൻ നമ്മുടെ ലാസ്റ്റ് ടൈം അച്ചീവേഴ്സ് ടോക്കിൽ ആ സാറ് പറഞ്ഞത് എനിക്ക് ഒത്തിരി ഇൻസ്പയർ ആയി. കാരണം നമ്മൾ കൂടുതലും വീഡിയോസും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ മനസ്സിൽ നിൽക്കും. എന്റെയും ഒരു ഫിലോസഫി ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ജസ്റ്റ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് പഠിക്കുന്നതിനപ്പുറം ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളത് റീറ്റെയിൻ ചെയ്തിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇതാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ഉണ്ട്, പറ്റുവാണെങ്കിൽ നിങ്ങൾ ഇത് കഴിയുമ്പോൾ തന്നെ കണ്ടു നോക്കുക. അപ്പൊ അതിനകത്ത് ഇങ്ങനെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഈ വിളിക്കുന്ന ആൾ ആദം സ്മിത്ത് എന്ന് പറയുന്ന ഒരാളാണ് വിളിക്കുന്നത്. അപ്പൊ വിളിക്കുന്ന ആള് ചോദിക്കുന്നുണ്ട്, ശരിക്കും വിശ്വസിച്ചോ ഇങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോന്ന്? അപ്പൊ അയാൾ പറയുന്നുണ്ട്, അബ്ദുൾ റസാഖ് ഗുർണ പറയുന്നുണ്ട്, ഇല്ല, ഞാൻ വിചാരിച്ച ഇറ്റ് വാസ് എ പ്രാങ്ക്, ഒരു പ്രാങ്ക് ആണെന്നാണ് ഞാൻ ഓർത്തത്. പിന്നെയാണ് മനസ്സിലായത് അപ്പം പ്രാങ്ക് അല്ല, ഇത് ശരിക്കുള്ള ഒരു ന്യൂസ് ആണെന്ന് പിന്നെയാണ് മനസ്സിലായത്. പിന്നെ അദ്ദേഹം പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ റെഫ്യൂജീസിനെ കുറിച്ചുള്ളതാ. അപ്പം ഈ യൂറോപ്യൻസ് ഒക്കെ എപ്പോഴും വേറെ സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നവരോ ആണല്ലോ ഈ കാലം. മീൻസ് ആദ്യം മുതലേ എല്ലായിടത്തേക്കും മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് യൂറോപ്യൻസ്. അവര് മൈഗ്രേറ്റ് ചെയ്യുമ്പം എപ്പോഴും അവരൊരു സുപ്പീരിയർ പൊസിഷനാണ്. അവര് മൈഗ്രേറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് എന്തെങ്കിലും ഒരു സാധനം കൊടുക്കാനുണ്ട് അവർക്ക്. ദേ ഹാവ് സംതിങ് ടു ഗീവ് എന്നുള്ള രീതിയിലാണ് അവരെപ്പോഴും മൈഗ്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ വേറെ ഉള്ളവർ ആരെങ്കിലും മൈഗ്രേറ്റ് ചെയ്ത് UK-യിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ അതിനൊരു ബേർഡൻ ആയിട്ടൊക്കെയാണ് യൂഷ്വലി കാണുക, അല്ലെങ്കിൽ ഒരു മിസറബിൾ ഒരു സിറ്റുവേഷനിലാണ് എപ്പോഴും അവരെ കൺസിഡർ ചെയ്യുക. അങ്ങനെയല്ല, അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഈ മൈഗ്രേറ്റ് ചെയ്ത് വരുന്നവർക്കും ആ സൊസൈറ്റിയിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനും കൊടുക്കാനും ഉണ്ടെന്നുള്ള രീതിയിൽ അങ്ങനെ ചിന്തിക്കണം എന്ന് പറയുന്ന ഒരു പെർസെപ്ഷനും ആ ഒരു ചെറിയ റെക്കോർഡിങ്ങിൽ ഈ അബ്ദുൾ റസാഖ് ഗുർണ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അതാണ് അബ്ദുൾ റസാഖ് ഗുർണയെ കുറിച്ച്. നമുക്ക് വളരെ കുറച്ച്, ഇപ്പൊ എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങളൊക്കെ നേരത്തെ വായിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ആദ്യമായിട്ട് ഈ പേര് കേൾക്കുന്നത് ഇന്നലെ കുറെ ഫ്രണ്ട്സിന്റെ ഒക്കെ സ്റ്റാറ്റസിലൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ പേര് കേൾക്കുന്നത്. മേ ബി നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ വായിച്ചിട്ടുണ്ടാവും വർക്ക്സുകളൊക്കെ. പക്ഷെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഇന്ന് ഈ ഒരു പേര് മാത്രമല്ല, പിന്നെ ലൂയിസ് ഗ്ലക്ക് ഇതൊക്കെ കഴിഞ്ഞ വർഷം ഇതേപോലെ പരിചയപ്പെട്ടു. എല്ലാ പേരുകളും നോബൽ പ്രൈസ് വിൻ ചെയ്ത് കഴിയുമ്പോഴാണ് യൂഷ്വലി കേൾക്കാറ് ഇങ്ങനെയുള്ള റൈറ്റേഴ്സ് ഒക്കെ ഉണ്ടെന്ന് തന്നെ. ഓക്കെ, പിന്നെ അടുത്തതെന്ന് പറയുന്നത് ലൂയിസ് ഗ്ലക്ക് ആണ്. ലൂയിസ് ഗ്ലക്കിനെ കുറിച്ച് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ ആർക്കെങ്കിലും? ഹലോ, കേൾക്കുന്നുണ്ട്. ഇല്ല. അപ്പം ലൂയിസ് ഗ്ലക്ക് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ പോയറ്റ് ആണ്, അമേരിക്കൻ തന്നെ എസ്സേയിസ്റ്റ് ആണ്. അത് കൂടുതലും ഒരു പോയറ്റ് എന്നുള്ള രീതിക്കാണ് ആൾക്കൊരു നോബൽ സമ്മാനമൊക്കെ കിട്ടിയത്. അദ്ദേഹത്തിന്റെ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഇപ്പം ഒന്നല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ കൂടുതൽ ഓട്ടോബയോഗ്രഫിക്കലാണ്. അതേപോലെ തന്നെ ട്രോമ, ഡിസയർ, നേച്ചർ,
നമ്മളൊരു പണ്ടത്തെ ഒരു കൺഫെഷണൽ റൈറ്റിംഗ് എന്നൊക്കെ പറയുന്ന അതിന്റെ കുറെ തീംസ് ആയിട്ട് അടുത്ത് നിൽക്കുന്ന റൈറ്റിംഗ് ആണ് ലൂയി ക്ലർക്കിന്റെ റൈറ്റിംഗ് എന്ന് പറയുന്നത് അല്ലെ. ഓട്ടോബയോഗ്രഫിക്കൽ നമ്മൾ കമലാദാസിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാവുന്ന ഒരു റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഓട്ടോബയോഗ്രഫിക്കൽ ആണ്. അതേപോലെ തന്നെ ട്രോമകളെ അഡ്രസ്സ് ചെയ്യുന്നതാണ്, ഡിസയറിനെ അഡ്രസ്സ് ചെയ്യുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ കുറെ നാച്ചുറൽ സിമ്പിൾസും കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ച് എഴുതുന്ന ഒരു റൈറ്റർ ആണ് ലൂയി ഗ്ലക്ക് എന്ന് പറയുന്ന ഈ അമേരിക്കൻ പോയറ്റ് ആൻഡ് എസ്സേയിസ്റ്റ്. അപ്പം അബ്ദുൾ റസാഖ് ടാൻസാനിയൻ ആണ്, നൗ സെറ്റിൽഡ് ഇൻ UK, ഒരു ഡയസ്പോറ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. ലൂയി ഗ്ലക്ക് അമേരിക്കൻ പോയറ്റും എസ്സേയിസ്റ്റും ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ പീറ്റർ ഹാൻഡ്കെ എന്ന് പറയുന്നതാണ്. അദ്ദേഹം ഒരു ഓസ്ട്രിയൻ നോവലിസ്റ്റും പ്ലേ റൈറ്റും ഫിലിം ഡയറക്ടറും ഒക്കെയാണ്. അദ്ദേഹത്തിന്റെ നോട്ടബിൾ വർക്ക്സ് എന്ന് പറയുന്നത് ഒഫൻഡിങ് ദ ഓഡിയൻസ് ആൻഡ് കാസ്പർ എന്ന് പറയുന്നതാണ്. ഇത് രണ്ടും പ്ലേസ് ആണ്. ഈ ഒഫൻഡിങ് ദ ഓഡിയൻസ്, കാസ്പർ എന്ന് ഈ പറയുന്ന രണ്ട് വർക്കുകളും പ്ലേ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഫിലിം ഡയറക്ടർ ആണ്, ട്രാൻസ്ലേറ്റർ ആണ്, പോയറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് കുറെ ഇതിനകത്ത് കിടപ്പുണ്ട്. പിന്നെ അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയപ്പോൾ ചെറിയ രീതിയിൽ കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം അത് ഒരു എന്തിനെയോ സപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ ഹി ഡസന്റ് ഡിസേർവ് എന്നുള്ള രീതിയിലും അതിനിടയ്ക്ക് ആ ഒരു നോബൽ പ്രൈസ് റിസീവ് അതിനെക്കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ നമുക്കിപ്പം നിങ്ങൾ നെറ്റിൽ നോക്കുകയാണെങ്കിൽ ഇത് കാണാൻ സാധിക്കും. സോ അതാണ് പീറ്റർ ഹാൻഡ്കെ എന്നെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ അപ്പൊ ഈ ഓർഡർ മനസ്സിലായല്ലോ. 2021 ആരാ? ഹലോ, ഗുർന. ഗുർന 2020. 2020 ഓൾഗ. ലൂയിസ് ക്ലർക്ക്. പീറ്റർ. പീറ്റർ. ലൂയിസ് ക്ലർക്ക്. അത് കഴിഞ്ഞ് 2019 പീറ്റർ ഹാൻഡ്കെ. 2018 ആണ് ഓൾഗ. സോ ഓൾഗ പോളിഷ് റൈറ്റർ ആൻഡ് ആക്ടിവിസ്റ്റ് ആണ്. പ്രധാനപ്പെട്ട വർക്സുകളൊക്കെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പ്രിമീവൽ ആൻഡ് അതർ ടൈംസ്, ഫ്ലൈറ്റ്സ്, ദ ബുക്ക് ഓഫ് ജേക്കബ് എന്നതൊക്കെയാണ് ഒരു പ്രധാനപ്പെട്ട വർക്കുകൾ. പിന്നെ ഒരു മിത്തിക്കൽ ടോണാണ് ആളുടെ റൈറ്റിങ്ങിൽ പൊതുവെ കണ്ടുവരുന്നത്. ആളുടെ ഫോട്ടോ കാണുമ്പോൾ തന്നെ എനിക്കൊരു മിത്തിക്കൽ ഒരു ഇത് തോന്നിയിട്ടുണ്ട്. ഓക്കെ, സോ അതാണ് നമ്മുടെ ഫസ്റ്റ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. ഐ ആം സിന്നർ, ഐ ആം സെയിന്റ്, ഐ ആം ദ ബിലവഡ് ആൻഡ് ദ ബിട്രേഡ്, ഐഡന്റിഫൈ ദ പോയം ആൻഡ് ദ പോയറ്റ്. സോ ഫസ്റ്റ് വൺ, ഇൻട്രൊഡക്ഷൻ കമലാ ദാസ്. അതാണ് ആൻസർ എന്ന് പറയുന്നത്. സോ ഇൻട്രൊഡക്ഷൻ കമലാ ദാസ്. അതിനെക്കുറിച്ച് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിപ്പോ നിങ്ങൾ വായിച്ചാണ്, എത്ര പേര് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടാണെങ്കിലും നോക്കിയവർ എത്ര പേരുണ്ട്? ഞാൻ നോക്കി. ഇറ്റ്സ് വെരി സിമ്പിൾ അല്ലേ. പ്രത്യേകിച്ച് നമുക്ക് ഇപ്പം എന്താ നമ്മളിപ്പോ ഇന്ന് ഇപ്പൊ നമ്മൾ HSIക്ക് വേണ്ടി പഠിക്കുമ്പോൾ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടൊക്കെ കുറെ ടെക്സ്റ്റുകളും നമുക്ക് പഠിക്കേണ്ട കാര്യമുണ്ട്. പക്ഷെ ഇപ്പൊ എന്താ ഈ ഇൻട്രൊഡക്ഷൻ, കമലാദാസിന്റെ ഇൻട്രൊഡക്ഷൻ, അല്ലെങ്കിൽ AK രാമാനുജന്റെ ഒബിച്വറി, അല്ലെങ്കിൽ ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ പോയിന്റ്സ് ആണ്. അതേപോലെ തന്നെ എന്താ നമുക്ക് ഒരു ഒറ്റ വായനയിൽ അല്ലെങ്കിൽ ഒരു ഒറ്റ ഇരിപ്പിൽ നമുക്ക് അതിന്റെ ഒരുമാതിരി എല്ലാ വശങ്ങളും നമുക്ക് കിട്ടും. മേ ബി ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാം. അപ്പൊ ഒത്തിരി ഡീപ്പായിട്ട് പഠിക്കുന്ന സംഭവങ്ങളോടൊപ്പം തന്നെ ഇങ്ങനെ ചെറിയ, പിന്നെ ഇതൊക്കെ നമ്മൾ യൂഷ്വലി വിട്ട് കളയാൻ ചാൻസ് ഉള്ള കാര്യങ്ങളുമാണ്. നമ്മളിതൊക്കെ നല്ല മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നിട്ട് അവസാനം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇന്ത്യൻ റൈറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും അത് ഒമിറ്റ് ചെയ്ത് കളയാൻ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിത് ഇൻക്ലൂഡ് ചെയ്തത്. സോ കമലാദാസിന്റെ ഇൻട്രൊഡക്ഷനെ കുറിച്ച് ഇനി നിങ്ങളുടെ ഒരു ചെറിയൊരു ഡിസ്കഷൻ, എന്തൊക്കെയാണ് നിങ്ങൾ വായിച്ചത്, ഓർമ്മകള്? കൺഫെഷണൽ പോയട്രി അല്ലെങ്കിൽ ഓട്ടോബയോഗ്രഫിക് പോയട്രി. കൂടെ ചാൻസ് കൊടുക്കാം. ഓക്കെ, വേറെ ആരാ എന്ന് പറയാ? Published in Summer in Calcutta. Yeah, published in Summer in Calcutta. ആരാ പറയുന്നത്? എനിക്ക് ഇത് ചെയ്യുന്ന കാരണം എനിക്ക് സംസാരിക്കുന്ന ആളാരെന്നറിയില്ല. എന്നുവെച്ചാൽ എന്റെ സ്ക്രീനില് പ്രസന്റേഷൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. സോറി. I'm Shaima. Okay. Yeah, Shaima, continue. Don't know much about it, but it was published in 1965. എനിക്ക് ഇയർ എനിക്ക് കിട്ടിയ
പബ്ലിഷ് ഇൻ സമ്മർ ഇൻ കൽക്കട്ട അതെനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ വേറെ In വർക്കിനെ nine. കുറിച്ച് Autobiographical in nature. അതെ കറക്റ്റ് ആണ്, ഓട്ടോബയോഗ്രഫിക്കൽ നേച്ചർ. Then the man and woman problems are there. ഉണ്ട്. മാരിറ്റൽ പ്രോബ്ലംസ്, ആ ഒരു പാട്രിയാർക്കൽ പ്രോബ്ലംസ് ഒക്കെ അതിൽ അഡ്രസ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആണ്. ഇനി വേറെ Then the issue of identity crisis is also there. മാം ദീപ കുരുള എന്നാണ് പേര്. മാധവിക്കുട്ടി എന്നുള്ള പെൺനെയിമിലാണ് അറിയപ്പെട്ടിരുന്നത്. അതെ കറക്റ്റ് ആണ്. മാധവി മദറും ഒരു പോയറ്റ് ആയിരുന്നു. താലപ്പാട്ട് അമ്മ. ഓക്കെ. പിന്നെ എന്റെ റെഗുലർ ബാച്ചിൽ എന്റെ കുട്ടികളൊന്നും ഒന്നും പറയുന്നില്ലല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം. സോ ആൻസർ ഇൻട്രൊഡക്ഷൻ കമലാദാസ് ആണ്. സോ മാം കളക്ഷൻസിന്റെ പേര് പറഞ്ഞായിരുന്നു. സമ്മർ ഇൻ കൽക്കട്ട. സമ്മർ ഇൻ കൽക്കട്ട. ഓക്കെ, സോ പബ്ലിഷ്ഡ് ഇൻ ദ കളക്ഷൻ സമ്മർ ഇൻ കൽക്കട്ട. ഓട്ടോബയോഗ്രഫിക്കൽ പോയം ആണ്, കൊളോക്കിയൽ സ്റ്റൈലാണ്. പിന്നെ ഒരു ഫെമിനിസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അതിൽ ഉണ്ട്. ഒരു വളരെ എവിഡന്റ് ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ഒരു ഫെമിനിസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതിനകത്ത്. പിന്നെ ഒരു ഫ്രീ വേഴ്സ് ആണ് അതിനകത്ത് കൃത്യമായിട്ട് ഒരു സ്റ്റാൻസയുടെ സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു മെട്രിക്കൽ പാറ്റേൺ ഫോളോ ചെയ്യുന്നില്ല, ഒരു റൈം സ്കീം ഫോളോ ചെയ്യുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഹാഫ് റൈംസ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള കാര്യങ്ങളുണ്ടെന്നല്ലാതെ വേറെ ഒരു രീതിയിലുള്ള സ്ട്രക്ചറൽ ഇതും അത് ഫോളോ ചെയ്യുന്നില്ല. ഇനി ആരും ഇഫ് യു ഹാവൻ റെഡ് ഇറ്റ്, നിങ്ങൾ ആരെങ്കിലും ഇത് വായിക്കാത്തവരുണ്ടെങ്കിൽ, സപ്പോസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം മേബി ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എടുത്തൊന്ന് വായിച്ചു നോക്കാം. അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയാണ്. പറ്റുവാണെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഞാൻ അതിന്റെ ലിങ്ക് ഇതിനകത്ത് ഇടാം. ഓക്കെ, ചാറ്റ് ബോക്സിൽ ഇടാം. പിന്നെ അതിനകത്ത് കുറച്ച് ഇമ്പോർട്ടന്റ് ലൈൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ പോയിം സ്റ്റാർട്ട് ചെയ്യുന്ന പറയുന്നത് ആള് ഇൻട്രൊഡക്ഷൻ, അതായത് മാധവിക്കുട്ടി ഇങ്ങനെ പവറിലുള്ള പൊസിഷനിലുള്ള ആൾക്കാരുടെ പേരുകൾ ഓർത്തെടുത്തുകൊണ്ടാണ് ഈ ഒരു പോയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ പറയുന്നുണ്ട്, നെഹ്റു തൊട്ട് എല്ലാവരുടെയും, പൊളിറ്റിക്സിലുള്ള എല്ലാവരുടെയും തന്നെ, അല്ലെങ്കിൽ പവറിലുള്ള എല്ലാവരുടെയും തന്നെ പേര് എനിക്കറിയാം എന്നൊരു കാര്യത്തിലാണ് മാധവിക്കുട്ടി ഈ ഒരു പോയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതിനകത്ത് വളരെ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഉണ്ട് മാം, ഉണ്ട്, കേൾക്കുന്നുണ്ട്. ഓക്കെ. സോ അത് കഴിഞ്ഞിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. ആക്ച്വലി ഒരുമാതിരിയൊക്കെ ക്വസ്റ്റ്യൻസ് ഈ ഒരു ലൈനിൽ നിന്ന് ചോദിക്കാറുണ്ട്. സോ ഐ ആം ഇന്ത്യൻ, വെരി ബ്രൗൺ, ബോൺ ഇൻ മലബാർ, സ്പീക്ക് 3 ലാംഗ്വേജസ്, റൈറ്റിംഗ് 2 ആൻഡ് ഡ്രീം ഇൻ 1. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഏതോ ഒരു പ്രാവശ്യം ഈ ഒരു ലാംഗ്വേജിനെ കുറിച്ചുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഐ സ്പീക്ക് 3 ലാംഗ്വേജസ്, റൈറ്റിംഗ് 2 ആൻഡ് ഡ്രീം ഇൻ 1 എന്ന് പറയുന്നത്. അപ്പൊ അത് മാധവിക്കുട്ടീനെ കുറിച്ച് തന്നെയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഐ ആം ഇന്ത്യൻ, വെരി ബ്രൗൺ, ബോൺ ഇൻ മലബാർ, ഐ സ്പീക്ക് 3 ലാംഗ്വേജസ്, റൈറ്റിംഗ് 2, ഡ്രീം ഇൻ 1. അതിൽ നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ പിന്നെ മാധവിക്കുട്ടിയുടെ ഒരു അടുത്ത ഒരു കാര്യം വരുന്നതെന്ന് വെച്ചാൽ, മാധവിക്കുട്ടി ഇംഗ്ലീഷിൽ എഴുതാൻ നേരത്തെ എല്ലാവരും മാധവിക്കുട്ടിയോട് പറയും, സോ ഡോണ്ട് റൈറ്റ് ഇൻ ഇംഗ്ലീഷ്, ദേ സെഡ് എന്നുള്ള രീതിക്കാണ്. ഇംഗ്ലീഷ് ഈസ് നോട്ട് യുവർ മദർ ടങ് എന്ന് പറയുമ്പോൾ മാധവിക്കുട്ടി തിരിച്ചു പറയുന്നതാണ്, ഓക്കെ എന്റെ പാട്ടിന് വിട്, ലീവ് മീ അലോൺ. എല്ലാവരോടും പറയുന്നു, ഞാൻ എന്ത് ലാംഗ്വേജ് സംസാരിക്കുന്നു, ലാംഗ്വേജ് ഐ സ്പീക്ക് ബിക്കംസ് മൈൻ, ഇറ്റ് ഡിസ്റ്റോർഷൻസ്, ഇറ്റ്സ് ക്വിയർനെസ്, ഓൾ മൈൻഡ് അലോ. ഇതാണ് പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ലൈൻസ് എന്ന് പറയുന്നത്. ഞാൻ സംസാരിക്കുന്ന ലാംഗ്വേജ് അത് എന്താണോ അത് എന്റെയാണ്, ഇറ്റ്സ് ഓണസ്റ്റ് എന്നുള്ള ഒരു കാര്യമാണ് മാധവിക്കുട്ടി പിന്നെ പറയുന്നത്, അല്ലേ? ഹലോ. സോ ആ ഒരു ലാംഗ്വേജിന്റെ കാര്യമാണ് പിന്നീട് വരുന്നത് എന്ന് പറയുന്നത്. പിന്നെ കുറച്ചൊരു ഇതിലേക്ക് പിന്നെ വരുന്ന ആ ഒരു ലാംഗ്വേജിന്റെ കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വരുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത്, ഞാൻ ജസ്റ്റ് പോയി മൊത്തം പറയുന്നില്ല, അതിനകത്ത് ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആണെന്ന്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഓർത്തിരിക്കാൻ പാകത്തിനുള്ള ഒരു സ്ട്രക്ചർ പോലെ അങ്ങനെയുള്ള രീതിക്കാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആദ്യം പവറിലുള്ളവരെയൊക്കെ അറിയുമെന്ന് പറയുന്നു. പിന്നെ ഞാൻ ഇന്ത്യൻ ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാധവിക്കുട്ടിയുടെ തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നു. പിന്നെ ഞാൻ സംസാരിക്കുന്ന ഭാഷയെ കുറിച്ച് പറയുന്നു, അതിന്റെ ആ ഒരു ഓണസ്റ്റി, അല്ലെങ്കിൽ അത് എന്റെ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഓണസ്റ്റ് ആണ്, അതിൽ നിങ്ങൾക്ക് ആർക്കും വേറെ ഒരു സെയിം ഇല്ല എന്നുള്ള കാര്യം പറയുന്നു. അത് കഴിഞ്ഞ് പിന്നെ ആള് പറയുന്നത് ലവ്, അല്ലെങ്കിൽ ആ ഒരു കാര്യം, ഒരു വിമൻഹുഡ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ പറയുന്നത്. സോ when I asked for love, not knowing what else to ask for,
He drew a youth of 16 into bedroom and closed the door. He did not beat me, but my sad woman body felt so beaten. So ആ ഒരു പ്രായത്തിൽ 16 ഒക്കെ ഏജിൽ സോ ഷി വാണ്ടഡ് ടു നോ വാട്ട് ഇസ് ലവ്, അല്ലെങ്കിൽ ഷി വാണ്ടഡ് ലവ് എന്നുള്ള കാര്യം വന്നപ്പോൾ ഷി ഗോട്ട് മാരീഡ്. ഷി വാസ് ഫോഴ്സ് ടു മാരേജ്. അപ്പം അങ്ങനെ മാരേജിലേക്ക് വരുന്നു. അപ്പം സോ ഹി ഡ്രൂ 16. ഹീന്ന് മേ ബി ഉദ്ദേശിക്കുന്നത് ഹസ്ബൻഡിനെ ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു അസംഷൻ അല്ലെ. ഹസ്ബൻഡിനെ തന്നെ ആയിരിക്കും അല്ലെ ഹീന്ന് ഉദ്ദേശിക്കുന്നത്. So he drew a youth of 16 into bedroom and he closed the door. So he did not beat me personally. എന്നെ പേഴ്സണലി അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലൊന്നുമില്ല. പക്ഷെ ആ ഒരു ചെറിയ ഏജിലുള്ള ഒരു മാരേജും ആ ഒരു അവരുടെ ബോഡിയിലൊക്കെ ഉള്ള മേ ബി ഒരു ഇൻട്രൂഷനും ഒക്കെ അവർക്ക് ഭയങ്കരമായിട്ടും ഒരു ട്രോമ പോലെ ആയിരുന്നു എന്നുള്ള രീതിയിലാണ് ആ ഒരു ലൈൻസിൽ ഉദ്ദേശിക്കുന്നത്. ഇത് എൻ്റെ ഒരു പെർസെപ്ഷനും എൻ്റെ ഒരു റീഡിങ്ങും ആണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇത് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം, കേട്ടല്ലോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചാല് സോ മാധവിക്കുട്ടി വാസ് വെരി ക്യൂർ, അല്ലെങ്കിൽ എന്താ വളരെ ക്യൂർ ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ എന്താ ഷി വാസ് യുണീക്ക്, വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരാളായിരുന്നു മാധവിക്കുട്ടി. അപ്പം മാധവിക്കുട്ടിയോട് ആ ഒരു മാധവിക്കുട്ടി പറയുന്ന പിന്നത്തെ ലൈൻസിൽ മാധവിക്കുട്ടി പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല് I wore a shirt and my brother's trousers, cut my hair short and ignored by woman weakness. അപ്പൊ ബ്രദറിന്റെ ട്രൗസേഴ്സ് ഒക്കെ ഇട്ടു, ഷർട്ടൊക്കെ ഇട്ടു, മുടിയൊക്കെ മുറിച്ച് കളഞ്ഞു. എൻ്റെ ഉള്ളിലെ ആ വുമൻലിനെസ്സിനെ ഇഗ്നോർ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ആ സമയത്തൊക്കെ ബാക്കി എല്ലാവരും അവരെ ഒരു സ്ത്രീ എന്നുള്ള ഒരു റോളിലേക്ക് ഒതുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. സോ ദേ വാണ്ടഡ്, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, യു ഹാവ് ടു ഡ്രസ് ഇൻ സാരീസ്, യു ഹാവ് ടു ബി എ ഗേൾ, യു ഹാവ് ടു ബി എ വൈഫ്, you have to embroider, or you have to be a cook, then you have to quarrel with servants annokka parna kore lines undu. You have to be Anmi or be Kamala or better be still Madhavikutty. It is time to choose a name, a role. നിങ്ങൾ ഇങ്ങനെ ആ ഒരു കുട്ടികളെ ഒന്നും പറ്റില്ല എന്നപ്പോ എനിക്ക് അറിഞ്ഞൂടെ, ഇതിനകത്ത് മെജോറിറ്റി സ്ത്രീകൾ തന്നെയാണ്. നമ്മളൊക്കെ കേട്ടിട്ടുള്ള സംഭവമാണിത്. ഞാനൊരു 100 പ്രാവശ്യം കേട്ടിട്ടുണ്ട്. എൻ്റെ അമ്മയോടൊക്കെ സ്ഥിരം വഴക്കുണ്ടാക്കുന്ന. നമുക്ക് അവസാനം എത്തുമ്പോൾ യു ഹാവ് ടു ചൂസ് എ നെയിം, ഒരു റോൾ. ആ ഒരു നമ്മുടെ ക്യൂർനെസ്സിനെ എപ്പോഴും ഒതുക്കി നിർത്താനായിട്ട് സൊസൈറ്റിയുടെ ഒരു ശ്രമമുണ്ട്. സോ അതാണ് മാധവിക്കുട്ടി ആ ലൈൻസുകളിലൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് അത് കഴിഞ്ഞ് പിന്നെ പറയുന്നത് ആ ഒരു ലവ് എന്ന് പറയുന്നതിനെ ഒരാളെ മീറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഐ മെറ്റ് എ മാൻ ലവ്ഡ് ഹിം. ആരാണെന്നൊന്നും പറയുന്നില്ല. So I met a man, I loved him, call him not by any name. He is every man who wants a woman just as I am every woman who seeks love. ആ ഒരാളെ കാണുന്നതും അയാളെ സ്നേഹിക്കുന്നതും തമ്മിലുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ ഇപ്പം മലയാളത്തിലൊക്കെ മാധവിക്കുട്ടിനെ വായിക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം, മാധവിക്കുട്ടിക്ക് ഒരു കൃഷ്ണൻ എന്ന് പറയുന്ന ആ ഒരു ഫിഗറിനോട് ഒരു ലവിനെ കുറിച്ചൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങളും അതേപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവുമായിരിക്കും ഇല്ലേ? കേട്ടിട്ടില്ലേ അങ്ങനെ ഒരു കാര്യം? കൃഷ്ണൻ എന്ന് പറയുന്ന ആ ഒരു ഫിഗറിനോടുള്ള ലവ്. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ദൈവം കൃഷ്ണൻ എന്നുള്ള രീതിയിലാട്ടോ, അതായത് കൃഷ്ണൻ എന്ന് പറഞ്ഞ നെയിമുള്ള ഒരാളല്ല. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ലാസ്റ്റ് ലൈൻ, എൻ്റെ ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത് ഇതാണ്: ഐ ആം എ സിന്നർ, ഐ ആം എ സെയിന്റ്, ഐ ആം ദ ബിലവഡ് ആൻഡ് ദ ബിട്രേഡ്, ഐ ഹാവ് നോ ജോയ്സ് ദാറ്റ് ആർ നോട്ട് യുവേഴ്സ് ആൻഡ് നോ ഏക്സ് വിച്ച് ആർ നോട്ട് യുവേഴ്സ്, ഐ ടു കോൾ മൈസെൽഫ് ഐ. സോ ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് എന്നുള്ളൊരു രീതിയിൽ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഈ മാധവിക്കുട്ടിയുടെ. ഇപ്പം ഞാൻ ആ ഇതിലയച്ച ലിങ്ക് കയറി എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയോ? ഞാൻ ഈ പറയുന്നതിനിടയ്ക്ക് ആരെങ്കിലും നോക്കിയായിരുന്നു? ഇല്ലെങ്കിൽ ജസ്റ്റ് ആ ലിങ്കിൽ കയറി ഒന്ന് നോക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയമാണ്. നമുക്കൊരു ഒറ്റ വായനെങ്കിൽ തന്നെ മനസ്സിലാവും. പോയം ഹണ്ടർ എന്ന് പറയുന്ന ആ വെബ്സൈറ്റിൽ പോയം ഉണ്ട്. പിന്നെ ഒരു പോയം അനാലിസിസ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ ഇതിന്റെ ഒരു ചെറിയ അനാലിസിസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് വാങ്ങിച്ചാൽ അത് ഏകദേശം ഓക്കെ സെറ്റ് ആണ്. നിങ്ങൾക്ക് അത് ടിക്ക് ഓഫ് ചെയ്യാം. നിങ്ങളുടെ സിലബസിൽ നിന്ന് ഇൻട്രൊഡക്ഷൻ മാധവിക്കുട്ടി നിങ്ങൾക്ക് ടിക്ക് ഓഫ് ചെയ്യാം. അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയമാണ്. അത് ക്ലിയർ ആണല്ലോ? മാം കൃഷ്ണന്റെ ഇമേജ് പറഞ്ഞില്ലേ മാം, അത് മാധവിക്കുട്ടിയുടെ ഫിലിം ആയിട്ടുണ്ടല്ലോ മഞ്ജു വാര്യർ, അതിനകത്ത് ആ കൃഷ്ണന്റെ ഒരു ഇമേജ് കാണിക്കുന്നുണ്ട്. അയ്യോ, അതെനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ റെഗുലർ ബാച്ചാരോട് ഈ ഒരു കാര്യം ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. മറ്റേ എന്തായിരുന്നു അയാളുടെ പേര്? ജോൺ എബ്രഹാം അല്ലേ? മറന്നു. ഒരു ഫിലിം ഡയറക്ടർ ആളിങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യം, അതായത് നമ്മുടെ മലയാളത്തിലെ എഴുത്തുകാരില് 3 എഴുത്തുകാർക്ക്
അവർക്ക് ശരിക്കും റിയാലിറ്റിയും ഇമാജിനേഷനും തമ്മിലുള്ള ഒരു ആ ലൈൻ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു 3 എഴുത്തുകാരുണ്ടെന്നും ആ 3 എഴുത്തുകാർ അദ്ദേഹം മെൻഷൻ ചെയ്യുന്നത് ഇതേപോലെ തന്നെ OV വിജയൻ, മാധവിക്കുട്ടി, ബഷീർ എന്ന് പറയുന്നതാണെന്ന് എനിക്കൊന്ന് ഞാൻ റെഗുലറുകാരോടായിട്ടാണ് തോന്നുന്നു ഷെയർ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു കാര്യം ഞാൻ കേട്ടത്. അതെ 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 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. സോ അങ്ങനെ ഒരു കാര്യമുണ്ട്. എനിക്ക് ആ ഫിലിം ഡയറക്ടറിന്റെ പേര് ഞാൻ മറന്നുപോയി. നമ്മുടെ ഈ സഫാരി ചാനലിലൊക്കെ എപ്പോഴും വരും. സ്മൃതി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട് സഫാരി ചാനലില്. സമയമുള്ളപ്പോ ഒന്ന് കേട്ട് നോക്കാം. നല്ല ഇൻട്രസ്റ്റിംഗ് ഒരു പ്രോഗ്രാമാണ്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്തെന്ന് പറയുന്നത് സിൽവിയ പ്ലാത്തിന്റെ ഡാഡി. സോ എന്തൊക്കെ അറിയാം ഡാഡിയുടെ സിൽവിയ പ്ലാത്ത്? ഇത് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. പറയൂ. ആരാ പറയുന്നേ? മാം, കമലദാസിന് പറഞ്ഞോളൂ മാം. 1984 തോന്നുന്നു. സാഹിത്യ പറഞ്ഞോളൂ. സാഹിത്യാണ് മാം. 1984 തോന്നുന്നു മാധവിക്കുട്ടിക്ക് നോബൽ പ്രൈസിന് വേണ്ടിയിട്ട് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നോബൽ പ്രൈസിന് വേണ്ടിയിട്ട് മാധവിക്കുട്ടി നോമിനേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു 1984. എനിക്ക് കൃത്യമായിട്ട് അതിനെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ നമുക്ക് നോക്കാം. നിങ്ങൾ എല്ലാവരും അതെ കറക്റ്റ് ആണ്. കേട്ടു. അപ്പം 1988 ആണോ? 84. അപ്പൊ നമ്മൾ പുതിയൊരു കാര്യം ഷോർട്ട് ലിസ്റ്റഡ് ഫോർ നോബൽ പ്രൈസ് 1984 മാധവിക്കുട്ടി. ഇനി അടുത്തത് സിൽവിയ പ്ലാത്തിന്റെ ഡാഡി. ഇപ്പം ഈ പോയം ഞാൻ ഫുൾ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം ഇച്ചൊരു വലിയൊരു പോയാണ്. അതേപോലെ തന്നെ കുറെ സിംബൽസും അല്യൂഷൻസും ഒക്കെ ഉള്ള ഒരു പോയാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് തോന്നുന്നു അല്ലേ? പഠിച്ചിട്ടുണ്ട്. കോളേജിയറ്റിന്റെ എക്സാമിന് പഠിച്ചിട്ടുള്ളവർ എന്താണെങ്കിലും ഡാഡി പഠിച്ചിട്ടുണ്ടാവും. ഈ അടുത്ത് തന്നെ റീസെന്റ് ആയിട്ട് തന്നെ ഒത്തിരി സിംബൽസും ഒത്തിരി എന്താ പറയാ വളരെ ഓട്ടോബയോഗ്രഫിക്കൽ ആണ്. അതേപോലെ തന്നെ അങ്ങനെയുള്ള ഒരു പോയമാണ് സിൽവിയ പ്ലാത്തിന്റെ ഡാഡി എന്ന് പറയുന്നത്. സോ സിൽവിയ പ്ലാത്ത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതിന്റെ താഴെ ഞാനൊരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. മറ്റേ നിങ്ങൾക്ക് ഈ ഇതിൽ കാണാം. ഞാൻ ഇതിന്റെ PDF ഇടുമ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. സോ വൈ യു ഷുഡ് റീഡ് സിൽവിയ പ്ലാത്ത് എന്ന് പറയുന്ന ടെഡിന്റെ ഒരു ടോക്കാണ്. നല്ല രസമാണ്, അതൊന്ന് കേട്ട് നോക്കുക. ഓക്കെ, അങ്ങനെ അപ്പം സിൽവിയ പ്ലാത്ത് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ടെഡ് ഹ്യൂഗസിനെയാണ് കല്യാണം കഴിച്ചത്. പിന്നെ എന്തൊക്കെയാണ് സിൽവിയ പ്ലാത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ളത്? ഈ ബർത്ത് ഡേറ്റ് അതൊക്കെ എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് ഓരോ ഓതറിന്റെയും? എന്ത് ബർത്ത് ഡേറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഇപ്പൊ ജനിച്ചത് ഇത്ര. എനിക്കറിഞ്ഞൂടാ, അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത്രയും ഓതേഴ്സിനൊക്കെ ഭയങ്കര ബർത്ത്ഡേ ഓർത്തിരിക്കാന്ന് പറയുന്നത് ഹ്യൂമൻലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അതെനിക്ക് അത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നില്ല. അങ്ങനെയൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു റൈറ്ററിനെ പഠിക്കുകയാണ്, നമുക്കിപ്പോ സിലബസിൽ ശരിക്കും ഒരു റൈറ്റർ അദ്ദേഹത്തിന്റെ ഒരു വർക്ക് അല്ലെങ്കിൽ ആരുടെയാണോ അവരുടെ ഒരു വർക്ക് എന്നുള്ള രീതിക്കല്ലേ. അപ്പം ഓരോ റൈറ്റേഴ്സിനും ഓരോ സ്റ്റൈൽ ഉണ്ടാവും. അപ്പൊ ആ സ്റ്റൈല് ഒന്ന് അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറെയൊക്കെ ആൻസേഴ്സ് എഴുതാൻ പറ്റും. ആ ഒരു സ്റ്റൈൽ അറിഞ്ഞിരിക്കാൻ തന്നെ. ഇപ്പൊ കമലാദാസും സിൽവിയ പ്ലാത്തും ഒക്കെ ആണെങ്കിൽ ഒരു സെയിം സ്റ്റൈൽ റൈറ്റിംഗ് ആണ്. കൺഫെഷണൽ പോയട്രിയിൽ വരുന്ന റൈറ്റിംഗ് ആണ്. അങ്ങനെ ഇപ്പൊ എമിലി ഡിക്കിൻസൺ എന്ന് പറയുമ്പോൾ വളരെ ഷോർട്ട് കൺസൈസ് പോയംസ് എഴുതുന്ന ഒരാളാണ്. പിന്നെ എമിലി ഡിക്കിൻസന്റെ കുറേം കൂടെ ഡെപ്ത് അങ്ങനെയുള്ള കുറെ തീംസ് ഒക്കെ ഉണ്ട് എമിലി ഡിക്കിൻസൺ. അങ്ങനെ റൈറ്ററിന്റെ ഒരു സ്റ്റൈൽ അറിഞ്ഞിരിക്കുക. പിന്നെ ഇതേപോലെ തന്നെ എന്തെങ്കിലും പ്രൈസസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്നും അറിഞ്ഞിരിക്കുക. മേ ബി ചിലപ്പോൾ അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. PhD ആയതുകൊണ്ട് ഇങ്ങനെ നോബൽ പ്രൈസോ അല്ലെങ്കിൽ ബുക്കർ പ്രൈസോ അങ്ങനെ എന്തെങ്കിലും പ്രൈസസ് ഉണ്ടെങ്കിൽ അതിന്റെ ഇയറോ കാര്യങ്ങളോ നേരിട്ടുണ്ടെങ്കിൽ ഒത്തിരി സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്കത് മറന്നു പോകാൻ പെട്ടെന്ന് സാധ്യതയുള്ള കാര്യമാണ്. പക്ഷെ ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ പോയം ആസ് സച്ച് അല്ലെങ്കിൽ എന്താണോ നോവൽ അല്ലെങ്കിൽ ആ കാര്യം വായിക്കുക. അതിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടാവും. പബ്ലിഷറോ പബ്ലിഷിംഗ് ഇയറോ അല്ലെങ്കിൽ റൈറ്റിംഗ് ഇയറോ അങ്ങനെ കുറെ ഫാക്ട്സ് ഉണ്ടാവും. അങ്ങനെയുള്ള ഫാക്ട്സ് ഒക്കെ മാത്രം പഠിച്ചാൽ മതി. അല്ലാതെ എല്ലാ ഓതേഴ്സിന്റെയും ബർത്ത്ഡേ ഒക്കെ പഠിച്ചിരിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, സോ ഈ ഒരു പോയം ഡാഡി എന്ന് പറഞ്ഞ പോയം എഴുതിയിരിക്കുന്നത് October 12, 1962 ഡാഡി എന്ന് പറയുന്ന ഈ ഒരു പോയം എഴുതിയിരിക്കുന്നത്
ടെഡ് ഹ്യൂഗ്സും ആയിട്ടുള്ള ഡൈവോഴ്സ് കഴിഞ്ഞ് കുറച്ചു നാള് കഴിഞ്ഞപ്പോഴാണ് ആള് ഈ പോയം എഴുതുന്നത് എന്നാണ് തോന്നുന്നത്. അപ്പൊ രണ്ടുപേരും ആ ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പിലുള്ള ആ ഒരു എന്താ ഡിസാറ്റിസ്ഫാക്ഷനും അതേപോലെ തന്നെ ഫാദറുമായിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ള ഒരു ഡിസാറ്റിസ്ഫാക്ഷനും ഒക്കെ ഈ പോയത്തിൽ വരുന്നുണ്ട്. വളരെ ഒരു ഇത്തിരി ലോങ് ആയിട്ടുള്ള പോയാണ്, പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയാണ്. സമയം ഉണ്ടെങ്കിൽ വായിച്ചു നോക്കുക എല്ലാവരും. അതേപോലെ തന്നെ ഇപ്പൊ നീ ഇപ്പൊ അയക്കുന്ന ഈ ടെഡ് ടോക്കിലൊക്കെ കുറെ കാര്യങ്ങൾ സംഭവം ടെക്നിക്കൽ ആണെങ്കിലും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എഴുതാൻ നേരത്തെ. നമ്മുടെ റൈറ്റിംഗ്, നമ്മുടെ ആൻസർ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് ഇങ്ങനെയുള്ള ടെക്നിക്കലൊക്കെ കുറെ കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും എന്താ ചെയ്യുക, വിക്കിപീഡിയ അല്ലെങ്കിൽ നെറ്റിലുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു എഫേർട്ട് എടുക്കുമ്പോൾ അതിൻ്റെതായ വ്യത്യാസം നമ്മുടെ റൈറ്റിംഗിൽ കാണാൻ സാധിക്കും. ഇഫ് ഇറ്റ് ഈസ് ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ മാത്രം. പിന്നെ ഈ പോയത്തിൽ ഒത്തിരി മെറ്റഫേഴ്സ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഹോളോകോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കുറെ മെറ്റഫേഴ്സ് വരുന്നുണ്ട്. അപ്പൊ സിൽവിയ പ്ലാത്തിന്റെ ഫാദറിന്റെ നെയിം ഓട്ടോ പ്ലാത്ത് എന്നാണ്. അപ്പൊ സിൽവിയ പ്ലാത്ത് സ്വയം ഒരു ജൂ എന്നുള്ള രീതിയിലും ഈ ഓട്ടോ പ്ലാത്തിനെ ഒരു നാസി എന്നുള്ളൊരു ഫിഗറും കൊടുത്തിട്ട് ആ ഒരു ഒപ്രഷനും അങ്ങനെ ഒരു സിമ്പൽ ഉപയോഗിച്ചിട്ടാണ് സിൽവിയ പ്ലാത്ത് ഇതിനകത്ത് ഒരു ഒപ്രഷനൊക്കെ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണല്ലോ. പിന്നെ ക്ലിയർ ആണോ? ഓക്കെ. പിന്നെ വരുന്നത് എമിലി ഡിക്കൻസിന്റെ ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത്. ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയമാണ്. ഞാനിപ്പോ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെ എന്താ ചെറിയ ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത് കഴിയുമ്പോൾ തന്നെ മേ ബി നിങ്ങൾക്ക് അപ്പൊ തന്നെ ഫുൾ ആ പോയം വായിച്ചു തീർക്കാം. ഇപ്പൊ ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്തും ഒരു മേ ബി ഒരു 5 മിനിറ്റ്സിൽ നമുക്ക് അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാവുന്ന അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയമാണ്. അപ്പൊ എമിലി ഡിക്കൻസിനെ നമുക്കറിയാം, ലൈക്ക് റെക്ലൂസ് ഓഫ് ഹാംഹേഴ്സ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ആംഹേഴ്സ്റ്റിലാണ് എമിലി ഡിക്കൻസൺ ജീവിക്കുന്നത്. അത് പുള്ളിക്കാരിയുടെ ജീവിതകാലം അവിടെയായിരുന്നു. കുറെ പോയംസ് എത്രങ്ങാണ്ട് 2000 അടുത്തെങ്ങാണ്ട് പോയംസ് ആൾ എഴുതിയിട്ടുണ്ട്. വളരെ പ്രൊളിഫിക് ആയിട്ടുള്ള റൈറ്റർ ആയിരുന്നു എമിലി ഡിക്കൻസൺ. പക്ഷെ എന്താന്ന് വെച്ചാല് ആളുടെ പോയംസ് ഒന്നും തന്നെ കുറെ ഒന്നും തന്നെ ഈ ജീവിച്ചിരുന്ന കാലത്ത് പബ്ലിഷ് ചെയ്തിട്ടില്ല. എല്ലാം തന്നെ പോസ്റ്റ്മസ്ലി ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതിനൊന്നും കുറെ എണ്ണത്തിനൊന്നും ടൈറ്റിൽസ് ഇല്ല. അപ്പൊ എപ്പോഴും അതിന്റെ ഫസ്റ്റ് ലൈൻസ് ആണ് ടൈറ്റിൽസ് ആയിട്ട് നമുക്ക് ഉണ്ടാവുക. ഓക്കെ, സോ ഈ ഒരു പോയം എന്ന് പറയുന്നത് ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് എന്ന് പറയുന്നത് ഒരു കാരേജിൽ ഒരു ഡെത്ത് വരുന്നതിനെ കുറിച്ചും ഒക്കെയാണ് അതിന്റെ ഒരു അതിന്റെ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഒരു കാരേജിൽ ഒരു ഡെത്ത് എനിക്കായിട്ട് വരുന്നു എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു പോയമാണത്. ഇതിനകത്തും ആ ഒരു ഫസ്റ്റ് ലൈൻ കണ്ടോ, ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് ഐ കൈൻഡ്ലി സ്റ്റോപ്പ് ഫോർ മീ ദ കാരേജ് ഹെൽഡ് ബട്ട് ജസ്റ്റ് അവർസെൽവ്സ് ആൻഡ് ഇമ്മോർട്ടാലിറ്റി. അതിന് ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത് പോയറ്റും ഡെത്തും അല്ലാതെ മൂന്നാമത്തെ ആരായിരുന്നു കാരേജിൽ ഉണ്ടായിരുന്നത് എന്നാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ HSAയിൽ തന്നെയാന്ന് തോന്നുന്നു അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരുന്നത്. അപ്പം അത് ആരാന്ന് ചോദിക്കുമ്പം ഇമ്മോർട്ടാലിറ്റി എന്നായിരുന്നു ഇമ്മോർട്ടാലിറ്റി ആണ് അതിന്റെ ഒരു ആൻസർ. സോ അങ്ങനെയും ക്വസ്റ്റ്യൻസ് പോയത്തിന്റെ ഉള്ളിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ അതും കഴിഞ്ഞു. ഇനി ഒബിച്വറി, AK രാമാനുജന്റെ ഒബിച്വറി. അഗെയിൻ ഇതേപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയമാണ്. ഇത് കഴിയുമ്പോൾ തന്നെ ഞാൻ ഈ പറയുന്ന പോയംസിൽ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ നിങ്ങളിപ്പോൾ ഓൾറെഡി എല്ലാവരും വായിച്ചു കാണും. ഡാഡി ഇന്ന് വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ലീവ് ഇറ്റ്, ഇന്നത് ഇപ്പൊ നോക്കിയില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷെ സമയം ഉണ്ടെങ്കിൽ ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്തും ഒബിച്വറിയും ഒന്ന് ഓടിച്ചിട്ട് നോക്കാം. ഞാൻ ഇതിനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഗൂഗിളിൽ ചെയ്ത് നോക്കിയാൽ മതി. ഒബിച്വറി രണ്ടും ചെറിയ പോയംസ് ആണ്. നിങ്ങൾ മേ ബി ഒരു ഹാഫ് ആൻ അവർ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സിലബസിൽ നിന്ന് നമുക്കത് സ്ട്രൈക്ക് ഔട്ട് ചെയ്ത് കളയാം. ഇപ്പൊ തന്നെ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് ജസ്റ്റ് അത് ആ ഒരു കാര്യം നിങ്ങൾക്ക് സ്ട്രൈക്ക് ഔട്ട് ചെയ്ത് അടുത്ത കാര്യത്തിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, സോ ഇതിനകത്ത് AK രാമാനുജൻ ഒരു അച്ഛൻ മരിച്ചതിനെ കുറിച്ച് ഒരു മകൻ പറയുന്ന കാര്യങ്ങളാണ് ഈ ഒരു ഒബിച്വറി എന്ന് പറയുന്ന ഒരു പോയത്തിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അതിലെങ്ങനെയാന്ന് വെച്ചാൽ അച്ഛൻ മരിച്ചപ്പോ കുറെ ചെറിയ കാര്യങ്ങളൊക്കെ ഹി ലെഫ്റ്റ് സോ മെനി ഇൻസിഗ്നിഫിക്കന്റ് തിങ്സ് ലൈക്ക് എ ടേബിൾ ഓഫ് പേപ്പേഴ്സ് ഹി ഹാസ് ലെഫ്റ്റ്. പിന്നെ പറയുന്ന കുറെ ഡെറ്റ്, ദെൻ ഡോട്ടേഴ്സ്, ഒത്തിരി ഡോട്ടേഴ്സിനെയൊക്കെ എന്താ പറയാ ലെഫ്റ്റ് ചെയ്ത് പോയി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഞാൻ ആ പോയത്തിന്റെ ലിങ്ക് ഇതിനകത്ത് ഇടാവേ. നിങ്ങൾക്ക് തന്നെ ഇപ്പൊ മീറ്റിലാണെങ്കിലും നിങ്ങൾക്ക് അത്
ലിങ്കിലേക്ക് പോയാലും മീറ്റ് കട്ടായി പോവില്ല എന്ന് തോന്നുന്നു ഫോണിൽ. ഞാൻ അങ്ങനെ യൂഷ്വലി ചെയ്യാറുണ്ട്. അങ്ങനെ പോവാറില്ല. ജസ്റ്റ് നിങ്ങൾ അതൊന്ന് എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലേക്ക് കയറും. ഓക്കെ. So father when passed on left dust on a table of papers, left debts, daughters, then a grandson, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ he has left a home, ഒരു വീട് ലെഫ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫാദറിന്റെ ബേണിംഗ്, ആ ക്രിമേച്ചറിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ അദ്ദേഹം ഒരു, അപ്പൊ നമ്മുടെ ഒരു സൗത്ത് ഇന്ത്യൻ കൾച്ചർ പ്രകാരം, തമിഴ്നാട്ടിലൊക്കെ കൾച്ചർ പ്രകാരം ഉണ്ട്, നമ്മളെ കണ്ണില് എന്റെ അറിവില് ഞങ്ങളുടെ ഒന്നും ഒരു റിലീജിയനിൽ അങ്ങനെ ഇല്ല, അല്ലെങ്കിൽ ഒരു കാസ്റ്റിലൊന്നും അങ്ങനെ ഇല്ല, ഇങ്ങനെ കണ്ണില് കോയിൻ വെക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടാ കേരളത്തിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു ഇതിലാണ്. അപ്പൊ അച്ഛൻ മരിച്ചപ്പോ കണ്ണില് കോയിൻ വെച്ച് ക്രിമേറ്റ് ചെയ്തു. പക്ഷെ ആ ക്രിമേഷനിൽ കോയിൻ അതേപോലെ തന്നെ, കോയിന് പ്രത്യേകിച്ച് കോയിൻ അങ്ങനെ ബേൺഡ് ആയില്ല. അതേപോലെ തന്നെ പിന്നെ പറയുന്ന കുറെ സ്പൈനൽ ഡിസ്കും കാര്യങ്ങളും അതൊക്കെ ഭയങ്കര റഫാണ്, അതൊന്നും ബേൺഡ് ആയില്ല. പിന്നെ പറയുന്ന കാര്യങ്ങള് ഈ മക്കള് ചെന്ന് ലൈക്ക് ഈ ഒരു അച്ഛന്റെ ചിതാഭസ്മം ഒഴുക്കി വിടുന്നതിനെ കുറിച്ചൊക്കെ അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ഫോർ സൺസ് ടു പിക്ക് gingerly and throw as the priest said, facing east where 3 rivers met near the railway station. അപ്പൊ ഒരു റെയിൽവേ സ്റ്റേഷന്റെ അവിടെ 3 റിവർ മീറ്റ് ചെയ്യുന്ന അവിടെ അവർ ആ ഒരു കാര്യങ്ങളൊക്കെ, ആ ഒരു എന്താ, ആ ഒരു ഫ്യൂണറൽ ചടങ്ങൊക്കെ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. പിന്നെ പറയുന്നത് അതെ, നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഹെഡ് സ്റ്റോൺ പോലെ കൊടുക്കുമല്ലോ, നമ്മുടെ പേരും നമ്മൾ ജനിച്ചിരുന്ന വർഷം തൊട്ട് മരിച്ചു പോയ വർഷം വരെ ഉള്ള ഒരു കാര്യമൊക്കെ. സോ അങ്ങനെ ഒരു ഹെഡ് സ്റ്റോൺ മേ ബി അച്ഛന് കൊടുക്കുന്നില്ല എന്നാണെന്ന് തോന്നുന്നു. ലൈക്ക് നോ ലോങ് സ്റ്റാൻഡിങ് ഹെഡ് സ്റ്റോൺ വിത്ത് ഹിസ് ഫുൾ നെയിം ആൻഡ് 2 dates. അങ്ങനെ ഒരു ഹെഡ് സ്റ്റോൺ അച്ഛന് ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. മേ ബി നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സോ അങ്ങനെ ഒരു ഹെഡ് സ്റ്റോൺ ഇല്ല, അങ്ങനെ ഒരു പാരന്തസിസിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബ്രാക്കറ്റില് ആ ഒരു ടൈമിനുള്ളിൽ ഒതുങ്ങുന്നതായിരിക്കണം എന്നില്ല. ഒരു ലൈഫ് എന്നുള്ള ഒരു മീനിങ് ആയിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ലാസ്റ്റ് പാരഗ്രാഫിലേക്ക് വരുമ്പോൾ എന്താന്ന് വെച്ചാല് ശരിക്കും ഈ ഒബിച്വറി എന്ന് പറയുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഒബിച്വറി എന്ന് പറയുന്നത്, സോ ഹി ഹാസ് 2 lines in a inside column of a മദ്രാസ് ന്യൂസ് പേപ്പർ. ഒരു മദ്രാസ് ന്യൂസ് പേപ്പറിന്റെ ഇൻസൈഡ് കോളംസിൽ ഒരു 2 lines അച്ഛനെ കുറിച്ചുള്ള ഒരു ഒബിച്വറി വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. പക്ഷെ ഈ കുഡ് നോട്ട് ഫൈൻഡ് വിച്ച് ന്യൂസ് പേപ്പർ, ഏത് ന്യൂസ് പേപ്പർ ആണെന്ന് ആൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ആ ന്യൂസ് പേപ്പേഴ്സ്, അപ്പൊ നമുക്കറിയാം നമ്മുടെ ന്യൂസ് പേപ്പർ നമ്മൾ വിൽക്കുന്നൊക്കെ തന്നെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴാണ്. ഇപ്പൊ അങ്ങനെയില്ല, ഇപ്പൊ നമുക്ക് വേറെ പ്ലാസ്റ്റിക് പേപ്പർ കവേഴ്സ് ഒക്കെ ഉണ്ട്. ബട്ട് യൂഷ്വലി നമ്മള് ആ ന്യൂസ് പേപ്പറിൽ തന്നെയായിരിക്കും ഈ കുറെ സാധനങ്ങൾ, ഗ്രോസറിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരുന്നത്. അപ്പൊ ആ ഒരു ഇതിനകത്ത് ഈസ് ലുക്കിംഗ് ഫോർ ദാറ്റ് ഒബിച്വറി, ആ ഒബിച്വറിക്ക് വേണ്ടി ആളിങ്ങനെ സെർച്ച് ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം ഇത് അവസാനിക്കുന്നു എന്ന് പറയുന്നത്, ആൻഡ് ഹി ലെഫ്റ്റ് us a changed mother and more than 1 annual ritual. ഒരു ചേഞ്ച്ഡ് മദറിനെയും അതേപോലെ തന്നെ എല്ലാ വർഷവും ചെയ്യേണ്ട ഒരു റിച്വലുമായിട്ടാണ് അച്ഛൻ എന്താ പോയത് എന്നുള്ളൊരു മീനിങ് ആണ് കൊടുക്കുന്നത്. ഞാൻ ഇട്ട ലിങ്ക് നിങ്ങൾ കയറി നോക്കിയോ? ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഒരു കാര്യമില്ലാതെ പറഞ്ഞു പോവാണെന്ന് അറിയാൻ ചോദിച്ചതാ. ഹലോ, ഇല്ല നോക്കിയില്ല മാം, നോക്കിക്കോളാം. ഇത് കട്ടാവോ, മീറ്റ് കട്ടാവോ? അപ്പം മാം അത് ഓപ്പൺ ആവുന്നില്ല, മീറ്റ് ഉള്ളതുകൊണ്ടാണ് തോന്നുന്നത്. ഓപ്പൺ, ഞാൻ യൂഷ്വലി ഇപ്പം ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന നേരത്ത് ഞാൻ ലിങ്ക് വരുന്നത് കയറി പോവാറുണ്ട്. കാരണം മീറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നോളൂല്ലോ, നമ്മൾ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റും. യൂഷ്വലി എനിക്ക് അങ്ങനെ പറ്റാറുണ്ട്. ഇല്ല, കട്ടാവില്ല. മാം ഒബിച്വറി ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നോ? രണ്ടും ഇട്ടിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ, അയ്യോ വീണ്ടും ഇൻട്രൊഡക്ഷൻ തന്നെയാണോ ഞാൻ ഇൻട്രൊഡക്ഷൻ തന്നെയാ വന്നിരിക്കുന്നത് വീണ്ടും. ഓക്കെ സോറി. അല്ലല്ലോ, അത് ഒബിച്വറി. ഒന്നുകൂടെ നോക്കിക്കേ. എന്റെ നെറ്റ് പോയി. മാം വീണ്ടും ഇൻട്രൊഡക്ഷൻ തന്നെയാ അല്ല മാം, ഇൻട്രൊഡക്ഷൻ തന്നെയാ വന്നിരിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ തന്നെയാ രണ്ടും. ഓക്കെ ഞാൻ ഒന്നുകൂടെ ഇടാവേ. ഇൻട്രൊഡക്ഷൻ തന്നെയാ. ഞാൻ അതിന്റെ ഇത് തന്നെയാണ് ഇട്ടിരിക്കുന്നത്, അതിന്റെ മുകളിൽ കിടക്കുന്നത് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ എന്താ ഇൻട്രൊഡക്ഷൻ തന്നെ വന്നേന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, നിങ്ങൾ പിന്നെ നോക്കിയാൽ മതി. എങ്കിൽ നമുക്ക് അതിന് ഒത്തിരി സമയം കളയണ്ട. അല്ലെങ്കിൽ ഞാൻ ഇത് അയക്കുമ്പോൾ ഇതിനകത്ത് പോയം അനാലിസിസ് ഉണ്ട്, അത് നോക്കിയാൽ മതി. ഓക്കെ, ഇനി അടുത്തത്
Which incident served as a focal point for the story The God of Small Things? Chaco's divorce, Sophie's death, Esther leaving Aymanum, Rahel returning to Aymanum. Sophie's death. Sophie's death. Sophie's death. Sophie's death. Okay, അപ്പൊ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിനെ കുറിച്ച് ഇനി ആരാ പറയാ? നൂറ പറഞ്ഞു, ഷൈമ പറഞ്ഞു, ദീപ പറഞ്ഞു, സാഹിത്യ പറഞ്ഞു, ആര്യ പറഞ്ഞു. വേറെ ആരെങ്കിലും? എനിക്കിനി വേറെ ആൾക്കാരുടെ പേര് ഇവർ ഇത്രയും പേര് പറഞ്ഞറിഞ്ഞ ഇവരുടെ പേര് എനിക്ക് ഓർമ്മയുണ്ട്. മാം സജ്ന ആണ്. സജ്ന പറയൂ. സജ്ന 1997 നോവലാണ്, ബുക്കർ പ്രൈസ് വിന്നിംഗ്. ഓക്കെ. അരുന്ധതി റോയുടെ ഡെബ്യൂ നോവലാണ്. അതെ. ആഫ്റ്റർ ദാറ്റ് ഒരു 20 ഇയേഴ്സിന് ശേഷമാണ് പിന്നെ അവരൊരു നോവൽ എഴുതുന്നത്, ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്. കുറെ നോൺ ഫിക്ഷൻ നോൺ ഫിക്ഷൻ ഒക്കെ എഴുതുമായിരുന്നു, പൊളിറ്റിക്കൽ റൈറ്റിംഗ്സ് ഒക്കെ ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഫിക്ഷൻ ഒരു നോവൽ എഴുതുന്നത് കുറെ നാളുകൾക്ക് ശേഷമാണ്. 20 ഇയേഴ്സിന് ശേഷം. 20 years. പിന്നെ ഐമനം ഫാമിലി ആണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട്. ഐമനം ആണ് സെറ്റിംഗ്. പിന്നെ കാസ്റ്റ് അതുപോലെ സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ തീംസ് ആയിട്ട് വരുന്നുണ്ട്. മേജർ ക്യാരക്ടേഴ്സിന്റെ പേരൊക്കെ ഓർമ്മയുണ്ടോ? എസ്ത, റാഹേൽ ട്വിൻസ് ആണ്. ട്വിൻസ് ആണ്. അവരുടെ മദർ അമ്മു. പിന്നെ ഒരു ലോ കാസ്റ്റ് ഒരു ക്യാരക്ടർ ഉണ്ട്, വെളുത്ത. ഹീസ് വെരി ഡാർക്ക്, പക്ഷെ പേര് വെളുത്ത. പിന്നെ അവരുടെ ഫാമിലി ഹെഡ് ബേബി കൊച്ചമ്മ. ഫാമിലി ഹെഡ്. ഓക്കെ. ബേബി കൊച്ചമ്മ ഫാമിലിയിൽ ഒരു മേജർ റോള് ബേബി കൊച്ചമ്മയ്ക്കുണ്ട്. പിന്നെ ആളുടെ അമ്മുവിന്റെ അച്ഛൻ പാപ്പച്ചിയാണ്. പിന്നെ അമ്മ മാമച്ചി എന്നാണ് പറയുന്നത്. പിന്നെ അമ്മുവിന്റെ ബ്രദർ ചാക്കോ. ചാക്കോ കല്യാണം കഴിച്ചിരിക്കുന്നത് എന്തായിരുന്നു പുള്ളിക്കാരി? മാർഗരറ്റിനെയാണ് കല്യാണം കഴിക്കുന്നത്. അവരുടെ മകളാണ് സോഫി. അപ്പം അങ്ങനെയാണ് അതിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്നത്. ഓക്കെ. സോഫീസ് ഡെത്ത് ആണ് ആൻസർ. മാം ഇത് 4 years ഉണ്ടല്ലോ കംപ്ലീറ്റ് ചെയ്തേ. അതിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. 92 സ്റ്റാർട്ട് ചെയ്തിട്ട് 96 കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ. അതെ 92 സ്റ്റാർട്ട് ചെയ്തിട്ട് 96 കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ 1997 ബുക്കർ പ്രൈസ് ആണ്. ഐമനം കോട്ടയമാണ് സെറ്റിംഗ്. ഡിസ്ജോയിന്റഡ് നറേറ്റീവ് ആണ്. കുറെ ഒക്കെ ഓർക്കുന്നതും ഒക്കെ ആയിട്ടൊക്കെയാണ് നറേറ്റീവ് വരുന്നത്. കോട്ടയത്ത് നിന്ന് ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ഇത് മീറ്റില്? ആരുമില്ലല്ലേ? ഓക്കെ. പിന്നെ ക്യാരക്ടേഴ്സ് വരുന്നത് ഐപ്പ് ഫാമിലിയില് പാപ്പച്ചി, മാമച്ചി. പിന്നെ പാപ്പച്ചിയുടെ സിസ്റ്റർ ആണ് ബേബി കൊച്ചമ്മ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നവോമി ഐപ്പ് എന്ന് പറയുന്നത്. നവോമി ഐപ്പിന് എല്ലാവരും വായിച്ചിട്ടുള്ളതാണോ ഇത്, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്? വായിച്ചിട്ടുണ്ട്. അപ്പം അറിയായിരിക്കുമല്ലോ. അപ്പം ബേബി കൊച്ചമ്മയ്ക്ക് ചെറുപ്പത്തിൽ ഒരു അച്ഛനോട് ഇഷ്ടം തോന്നുന്നുണ്ട്. എന്തായിരുന്നു? ഫാദർ മുള്ളിഗൻ ആണെന്ന് തോന്നുന്നു അല്ലെ? അച്ഛനോട് ഇഷ്ടം തോന്നുന്നു. പക്ഷെ അത് ഫോർവേഡ് ചെയ്യാൻ പറ്റാത്ത കാരണം ആള് കല്യാണം കഴിക്കാതെ നിൽക്കാണ്. പിന്നെ ഉള്ളത് ചാക്കോ അമ്മു ആണ്. ചാക്കോ അല്ല വൈഫ് മാർഗരറ്റ്, അവരുടെ മോളാണ് സോഫി. ചാക്കോയും മാർഗരറ്റും ഡിവോഴ്സ്ഡ് ആണ്. പിന്നെ അമ്മു ഇങ്ങനെ ഏത് പ്രായം നിങ്ങൾക്ക് എനിക്ക് ഓർമ്മയില്ല, ഏതൊരു പ്രായത്തിൽ ഇതേപോലെ തന്നെ കൽക്കട്ടയ്ക്ക് പോവാണ്. കൽക്കട്ടയ്ക്ക് പോയി കഴിഞ്ഞിട്ട് അവിടുന്ന് ആൾക്ക് വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്നുള്ള ചിന്തയിൽ ആള് കൽക്കട്ടയ്ക്ക് പോയി അവസാനം അവിടെയുള്ള ഈ ആളെ ബാബ എന്ന് പറയുന്ന ആളെ കല്യാണം കഴിക്കുന്നു. 2 ട്വിൻസ് ഉണ്ടാവുന്നു, എസ്ത, റാഹേൽ എന്ന് പറയുന്ന 2 ട്വിൻസ് ഉണ്ടാവുന്നു. പിന്നെ ആളുടെ അബ്യൂസും ആൽക്കഹോളിസും ഒക്കെ കാരണം തിരിച്ചു വരികയാണ്, നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പം അമ്മു ഫേസ് ചെയ്യുന്ന കുറെ പ്രോബ്ലംസ് ഉണ്ട് അതിനകത്ത്. ഒരു ഡിവോഴ്സ് എന്നുള്ള രീതിയിലും എന്താ ഒരു തന്നിഷ്ടക്കാരി എന്നുള്ളൊരു ഇമേജ് ആണ് അമ്മുവിന് ആ നാട്ടിലുള്ളത്.
അപ്പൊ അതേപോലെ തന്നെ ഡിവോഴ്സി ആണ്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറെ കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. നല്ല ഡിസ്ക്രിപ്ഷൻ ആണ്. ഗോഡ് ഓഫ് സ്മോൾ തിങ്സിന്റെ അരുന്ധതിയുടെ എഴുത്തെന്ന് പറയുന്ന വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ നല്ല ഭംഗിയായിട്ട് എഴുതിയിട്ടുള്ള ഒരു നോവലാണ്. ആരെങ്കിലും വായിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വായിച്ചു നോക്കാം. അതേപോലെ തന്നെ എസ്തേർ ആയാലും വളരെയധികം ക്ലോസ് ആണ് വെളുത്തയോട്. വെളുത്ത അവിടുത്തെ ഒരു പിക്കിൾ ഫാക്ടറിയാണ്. പിക്കിൾ ഫാക്ടറിയുടെ പേര് ഞാൻ മറന്നുപോയി. ആ ഒരു പിക്കിൾ ഫാക്ടറി, പാരഡൈസ് പിക്കിൾ ഫാക്ടറി. പാരഡൈസ് പിക്കിൾസ് അല്ലെ, ആ ഒരു പിക്കിൾ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് വെളുത്ത എന്ന് പറയുന്നത്. അപ്പൊ വെളുത്തയോട് ഇവർക്ക് ഈ എസ്തയ്ക്കും രാഹേലിനും ഭയങ്കര ഒരു അടുപ്പം, ഒരു അറ്റാച്ച്മെന്റ് വരുന്നുണ്ട്. ആ അറ്റാച്ച്മെന്റ് പിന്നെ അമ്മൂനും തോന്നുകയാണ്, മക്കളോടുള്ള ഒരു ഇഷ്ടം, ആ അറ്റാച്ച്മെന്റ് അമ്മൂനും തോന്നുകയാണ്. അപ്പൊ അതിനകത്തൊരു ലൈനുണ്ട്, എന്താ ലവർ പകൽ സമയത്ത് മക്കളുടെ ലവറായിട്ടും രാത്രി അങ്ങനെ എന്തൊരു ലൈനുണ്ട്, ഞാൻ മറന്നുപോയി അത്. അപ്പൊ അങ്ങനെ വളരെ നല്ല രസമായിട്ട് ഒക്കെ അവരുടെ റിലേഷൻഷിപ്പ് ഒക്കെ പോകുന്നു. പിന്നെ അതിനകത്തൊരു ഇൻസിഡന്റ് വരുന്നത് എന്താന്ന് ചോദിച്ചാല്, ഇതേപോലെ തന്നെ എന്ത് കാര്യത്തിന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ പറയാട്ടോ. ശരിക്കും എനിക്ക് ആ നറേറ്റീവ് കൃത്യം എവിടേക്കോ ഒരു മിസ്സിംഗ് ഉണ്ട്. എന്തോ ഒരു കാര്യത്തിന് ഇതേപോലെ തന്നെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുകയാണ്. എസ്തേർ ആയാലും കൂടെ ഒരു ബോട്ടിൽ കയറി അവിടെ ഒരു പുഴയുണ്ട്. ആ പുഴ കടന്ന് ബോട്ടിൽ കയറി എങ്ങോട്ടോ രക്ഷപ്പെടാനായിട്ട് അവര് പോവാണ്. അപ്പൊ ആ കൂട്ടത്തിൽ അവര് സോഫീനെ പിടിച്ച് കയറ്റും. അവസാനം അങ്ങനെ ആ സോഫി ആ വെള്ളത്തിൽ വീണ് ഡ്രൗൺ ചെയ്ത് മരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു അക്യൂസേഷൻ, ബേബി കൊച്ചമ്മ അത് അക്യൂസ് ചെയ്യുന്നത് വെളുത്തേലാണ്. അപ്പൊ വെളുത്തേക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് ഒരു കമ്മ്യൂണിസ്റ്റ് ആക്ടിവിസ്റ്റും കൂടെയാണ് വെളുത്ത. അങ്ങനെ ആ ഒരു ഇതും ഒക്കെ ആയിട്ട് വെളുത്തേനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോവുകയും അവസാനം വെളുത്ത അവരുടെ ഒരു അതിന് പറയാ ആ പോലീസ് സ്റ്റേഷനിൽ അതിന്റെ കുറെ സ്ട്രഗിൾ ഒക്കെ അനുഭവിച്ച് അവസാനം വെളുത്ത മരിക്കുകയാണ്. പിന്നെ അമ്മൂനെ ചാക്കോ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു. എസ്തേനെ നാട് കടത്തുന്നു. എസ്ത പിന്നെ അമ്മൂനെ പിന്നെ ഒരിക്കലും കാണുന്നില്ല. അതേപോലെ തന്നെ റാഹേല് ഇതേപോലെ തന്നെ അമ്മൂനെ പോലെ തന്നെ കുറെ കാലം കഴിയുമ്പോൾ അമേരിക്കയ്ക്കാന്ന് തോന്നുന്നു പോകുന്നത് അല്ലേ, അമേരിക്കയിലേക്ക് പോകുന്നു, കല്യാണം കഴിക്കുന്നു, പിന്നെ ഡിവോഴ്സ് ആയി തിരിച്ചു വരുന്നു. അങ്ങനെ കുറെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം എസ്തയും റാഹേലും കണ്ടുമുട്ടുന്നതാണ് ഒരു കഥയുടെ എൻഡിങ് എന്ന് പറയുന്നത്. ഇത് എൻഡിങ് എന്ന് പറയുന്നത് കഥ ആസ് സച്ച് ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴാട്ടോ ഇങ്ങനെ എൻഡിങ്. കഥയ്ക്കകത്ത് ഇതല്ല. കഥയ്ക്കകത്ത് ഇടയ്ക്ക് ഓരോന്നൊക്കെ വരും, ഇടയ്ക്ക് ഓർമ്മകൾ വരും, ആദ്യം കാണുന്നവരും അങ്ങനെയൊക്കെയാ. കഥയുടെ കൃത്യം ഓർഡർ അല്ല ഇത്. ഓക്കെ, ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? വായിച്ചവരുണ്ടെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്യാ. കറക്റ്റ് അല്ലേ? വായിച്ചതാണ് മിസ്. ഓർമ്മയില്ല മിസ്, പണ്ടാണ് പഠിക്കാനുണ്ടായിരുന്നു. അതെ, ഇതൊക്കെ തന്നെയാണ് കഥ എന്നാണ് എനിക്ക് ഓർമ്മ. പിന്നെ റിവർ മീനച്ചിൽ comes in the background. മീനച്ചിൽ റിവർ. അതെ, മീനച്ചിൽ എന്ന് പറയുന്നത് ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ്. അതിൽ പറയുന്നുണ്ട്, കാരണം ഇവരുടെ ചെറുപ്പത്തിലെ റിവർ എന്ന് പറയുന്നത് വളരെ ജീവനുള്ള ഒരു റിവർ ആണ്. ഇവരുടെ ചെറുപ്പത്തിലെ റിവർ. അതിനുശേഷമാണ് പിന്നീട് ഗ്രീൻ റെവല്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നു. പിന്നീട് എസ്ത തിരിച്ചു വരുമ്പോഴാണോ റാഹേല് തിരിച്ചു വരുമ്പോഴാണ് റിവറിലെ മീനുകൾ ചത്തു പൊങ്ങുന്നു. അതെ, ഡീഗ്രേഡേഷൻ റിവറിന്റെ അതൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് തിരിച്ചു വരുമ്പോ. അങ്ങനെ. പിന്നെ അതേപോലെ തന്നെ കോമ്രേഡ് KNM പിള്ള എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ്. അതെ, വായിക്കാത്തവരുണ്ടെങ്കിൽ വായിച്ചു. നല്ലൊരു കഥയാണ്. പിന്നെ ഇപ്പം നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മറ്റേ ഒരു ലിങ്ക് ഇട്ടിരുന്നില്ലായിരുന്നോ, മറ്റേ സിൽവിയ പ്ലാത്തിന്റെ വൈ യു ഷുഡ് റീഡ് സിൽവിയ പ്ലാത്ത് എന്ന് ടെഡിൽ. അതേപോലെ തന്നെ സെയിം വൈ യു ഷുഡ് റീഡ് അരുന്ധതി റോയ്സ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറഞ്ഞ ടെഡിൽ ഒരു വീഡിയോ ഉണ്ട്. നല്ല രസമാണ്, കണ്ടു നോക്കുക. അത് കാണുമ്പോൾ നമുക്ക് ശരിക്കും കാണാൻ പറ്റും ആ ഒരു നമ്മളെ ഒരു ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ഇപ്പോഴും എൻ്റെ ഒരു ഇതില് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്നത് വളരെ, നമ്മളിപ്പോ ഏതൊരു കാര്യം എടുത്ത് നോക്കിയാലും അതിനൊക്കെ ഒരു അഡാപ്റ്റേഷനോ ഒരു ഫിലിം വേരിയേഷനോ ഒക്കെ ഉണ്ടാവും. എനിക്ക് അറിഞ്ഞുകൂടാ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിന് ഉണ്ടോ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമ്മള് വേറെ ഇപ്പൊ സൽമാൻ റുഷ്ദിയുടെ മിഡ് നൈറ്റ് അരുന്ധതി റോയ് പെർമിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇല്ല, ട്രാൻസ്ലേഷന് പോലും പെർമിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല.
ഈവൻ മലയാളത്തിലേക്ക് പോലും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പെർമിഷൻ കൊടുത്തിട്ടുണ്ടല്ലോ. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് മലയാളത്തിലേക്ക് ഒരു ട്രാൻസ്ലേഷന് പെർമിഷൻ കൊടുക്കുന്നത് അരുന്ധതി റോയ്. അപ്പൊ ആ ഒരു ഇതില്ലാത്തത് കൊണ്ട് തന്നെ വളരെ എപ്പോഴും വളരെ ഇമാജിനേറ്റീവ് ആയിട്ട് നമ്മുടെ മനസ്സിൽ വളരെ ഫ്രഷ് ആയിട്ട് ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും നമുക്ക് ഓരോ ഇമേജസ് കിട്ടുന്ന ഒരു വർക്കാണ് വേർഡ് ഓഫ് സ്മോൾ തിങ്സ് അരുന്ധതി റോയുടെ. അപ്പം അത് ഓക്കെ, അതിൽ സംശയമൊന്നുമില്ലല്ലോ. ഇനി അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഗൈഡിങ് പ്രിൻസിപ്പിൾ ഫോർ, കുറച്ച് നേരം കൂടെ നീളുവേ, ഞാനൊരു 7 ക്വസ്റ്റ്യൻസ് എടുത്തുണ്ട്, അത് മൊത്തം ചെയ്തിട്ട് പോയാൽ പോരെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൃതി ഉള്ളവരുണ്ടെങ്കിൽ ലീവ് ചെയ്യാട്ടോ, കുഴപ്പമില്ല. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇല്ല മാം, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഗൈഡിങ് പ്രിൻസിപ്പിൾ ഫോർ NCF 2005? Connecting knowledge to life outside school, making examination more flexible, learning should facilitate the rote method, curriculum should go beyond textbooks. C അല്ലേ മാം, ലേണിംഗ് ഷുഡ് ലേണിംഗ് ഷുഡ് ഫെസിലിറ്റേറ്റ് Learning should facilitate rote method. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ക്ലാസ് NCF 2005 ആയിരുന്നു, അതുകൊണ്ട് ജസ്റ്റ് അവർക്കൊരു റിവൈഷൻ എന്നുള്ള രീതിയിലും കൂടി ഞാൻ ഇത് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പൊ ഞാൻ അതിനകത്ത് അവരോട് പറഞ്ഞായിരുന്നു, മറ്റേ NCF 2005 എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ഇമേജ് നമ്മുടെ മനസ്സിൽ വേണ്ടത് റോഡ് ലേണിംഗ് മെത്തേഡ്, ദൂരെ പോ എന്നുള്ളൊരു സംഭവമാണ്. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ NCF 2005 കുറിച്ച് കുട്ടികൾക്ക്, എന്റെ റെഗുലർ കുട്ടികൾക്ക് ഇഷ്ടംപോലെ പറയാനുണ്ടാവും അല്ലേ? എത്ര പേര് വീഡിയോ കേട്ടു എന്നറിയാലോ. നോക്ക്, ആരും മിണ്ടുന്നില്ല. NCF 2005 യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട്. ആര്യല്ലേ? അതെ അതെ അതെ. ഓക്കെ, സോ NCF 2005 ഇനി എല്ലാവർക്കും വേണ്ടി ഞാൻ പറയാം. അപ്പം നമുക്ക് ഇങ്ങനെ കുറെ കമ്മിറ്റീസ് വരുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് കുറെ കമ്മിറ്റീസ് വരുന്നുണ്ട്. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മിറ്റി, ഹയർ എഡ്യൂക്കേഷൻ കമ്മിറ്റി, അങ്ങനെ കുറെ കമ്മിറ്റീസ്. അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് കമ്മിറ്റി ഫോം ചെയ്യുന്നതാണ് യശ്പാൽ കമ്മിറ്റി എന്ന് പറയുന്നത്, ഫോം ചെയ്യുന്നത് ഗവൺമെന്റിന്റെ അഡ്വൈസ് പ്രകാരം. അപ്പം യശ്പാൽ എന്ന് പറയുന്ന ആളുടെ ചെയർമാൻഷിപ്പിലാണ് ആ ഒരു കമ്മിറ്റി ഫോം ചെയ്യുന്നത്. അവര് 1993 ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതിന് യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് എന്നും പറയും. അതേപോലെ തന്നെ ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്നും ആ ഒരു റിപ്പോർട്ടിന് പേരുണ്ട്. 1993 ആ ഒരു റിപ്പോർട്ടിന് പേരുണ്ട്. അപ്പൊ ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് ഇപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തോട്ടെ. അപ്പം NCF എന്ന് പറയുന്നത് കരിക്കുലം ഫ്രെയിംവർക്ക് ആണ്. അത് നമ്മുടെ കരിക്കുലം, അതായത് നമ്മുടെ നാഷണൽ ആയിട്ട് നമുക്കൊരു കരിക്കുലം ഉണ്ടല്ലോ, ആ ഒരു കരിക്കുലം റിവൈസ് ചെയ്യുക എന്നതുകൊണ്ടാണ് ഈ NCF കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് വേറെ വർഷങ്ങളിൽ 2000 വേറെ 1988 അങ്ങനെ പല വർഷങ്ങളിൽ നിങ്ങൾ ഗൂഗിളിൽ എടുത്ത് നോക്കിയാൽ കാണാം. അങ്ങനെ പല വർഷങ്ങളിലും NCF റിവൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ 2000 റിവിഷന് ശേഷം 2005 NCF വീണ്ടും റിവൈസ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പൊ ഈ NCF റിവൈസ് ചെയ്യുന്നതിന്റെ ഒരു ഒരു ടാസ്ക്, ആ ടാസ്ക് എപ്പോഴും ചെയ്യുന്നത് NCERT ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ 2000 NCF റിവൈസ് ചെയ്യാനായിട്ട് NCERT ഡിസൈഡ് ചെയ്യുന്നു. അപ്പൊ NCERT എന്തിന്റെ ബേസിലാണ് അത് റിവൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ 1993 ഇറങ്ങിയ യശ്പാൽ കമ്മിറ്റിയുടെ ബേസിലാണ് ആ ഒരു കാര്യം റിവൈസ് ചെയ്യുന്നത്. ആ ഒരു കാര്യമാണ് ഈ NCF എന്ന് പറയുന്നത്. അതിനകത്ത് കുറെ ചേഞ്ചസ് വരുന്നുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു NCF സ്റ്റാർട്ട് ചെയ്യുന്ന കൊട്ടേഷൻ എന്ന് പറയുന്നത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഒരു എസ്സേയിൽ നിന്നാണ് ഈ NCF സ്റ്റാർട്ട് ചെയ്യുന്നത്. സിവിലൈസേഷൻ ആൻഡ് പ്രോഗ്രസ് എന്നാണ് ആ ഒരു എസ്സേയുടെ പേര്. ആ ഒരു എസ്സേ എന്നൊരു ചെറിയ ഒരു ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ NCF ആസ് സച്ച് ഡോക്യുമെന്റ് തന്നെ നമുക്ക് ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും. അതേപോലെ തന്നെ അതിന് പ്രധാനമായിട്ടും 5 ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ആണ് ഉണ്ടായത്. ആ വർഷത്തെ NCF 2005 ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട 5 ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ആണ് അതിന്റെ ഇപ്പുറത്ത് ഞാൻ കൊടുത്തിരിക്കുന്നത്. സോ കണക്ടിങ് നോളജ് ടു ലൈഫ് ഔട്ട്സൈഡ് ദ സ്കൂൾ, നമ്മുടെ സ്കൂളിലേക്ക് പുറത്തേക്കും കൂടെ നമ്മുടെ നോളജിനെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ റോട്ട് മെത്തേഡ്സ്, അതായത് ജസ്റ്റ് ബൈഹാർട്ട് ചെയ്ത് കാണാപ്പാടം പഠിക്കുക എന്നുള്ള സാധനത്തോട് ബൈ പറയുക, അതിൽ നിന്ന് ഡ്രിഫ്റ്റ് അവേ, അതിൽ നിന്നൊരു മോചനം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ കരിക്കുലം ഷുഡ് ഗോ ബിയോണ്ട് ടെക്സ്റ്റ് ബുക്സ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നതിനപ്പുറം കരിക്കുലം വേണം. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ആർട്ട് എഡ്യൂക്കേഷൻ, പീസ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്ന കുറെ കാര്യങ്ങൾ ആ ഒരു കരിക്കുലത്തിന് ഈ ഒരു NCF പറയുന്നുണ്ട്. പിന്നെ എക്സാമിനേഷൻസ് കൂടുതൽ ഫ്ലെക്സിബിൾ ആക്കുക. അപ്പം ഇതൊക്കെ ശരിക്കും ഒരു 2005 എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയാം. അപ്പൊ ഞാൻ 2007 പാസ് ഔട്ട് ആയി. അപ്പൊ 2005 ശരിക്കും ഞാനൊരു
നമ്മളൊക്കെ ഒരു ഹൈസ്കൂൾ, ഞാനൊക്കെ ഒരു ഹൈസ്കൂളിലാവുന്ന സമയത്താണ് ഈ എക്സാമിനേഷൻ ഒക്കെ ഒത്തിരി മാറ്റം വരുന്നത്. അതിനു മുമ്പ് വരെ ഒരു 5 മണിക്കൂർ ഒരു 3 മണിക്കൂർ എക്സാം, 100 മാർക്കിന്റെ എക്സാം കുറേ ഇരുന്ന് എഴുതുക എന്നുള്ളൊക്കെ ഒരു സംഭവമായിരുന്നു. പിന്നീടാണ് എക്സാമിനേഷൻസ് കൂടുതലും കൂടെ ഫ്ലെക്സിബിൾ ആവുന്നതും ഗ്രേഡിംഗ് സിസ്റ്റം വരുന്നതും കുറേ ചേഞ്ചസ്, കണ്ടിന്യൂസ് ഇവാലുവേഷൻ, CC എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ വരുന്ന അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ എക്സാമിനേഷൻ ഫ്ലെക്സിബിൾ ആക്കുക എന്ന് പറയുന്നത് എക്സാമിനേഷന്റെ ടൈം കുറയ്ക്കുക. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പിന്നെ വളരെ സുഖമാണല്ലോ, അവർക്ക് കൂൾ ഓഫ് ടൈമും കാര്യങ്ങളും ഒക്കെ ഇല്ലേ. എക്സാമിനേഷന് എത്രയും കണ്ട് നേരം മുമ്പ് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി റിലാക്സ് ചെയ്യാനൊക്കെ ടൈം ഉണ്ടല്ലോ. അപ്പൊ ഇപ്പഴും ആണ് ആ ഒരു 1993 യശ്പാല് കമ്മിറ്റിയിൽ വന്ന കാര്യങ്ങളൊക്കെ ശരിക്കും അതിന്റെ ഒരു എഫക്ട് വരുന്നത് ഇപ്പോഴാണ്. പിന്നെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നർച്ചറിങ് ആൻഡ് ഓവർ റൈഡിങ് ഐഡന്റിറ്റി ഇൻഫോംഡ് ബൈ കെയറിങ് കൺസേൺസ് വിത്തിൻ എ ഡെമോ. അതായത് നമ്മുടെ ഒരു നാഷണൽ ഒരു നേഷൻ ആസച്ച് നമുക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കും. അപ്പൊ ആ ഒരു പൊളിറ്റിക്കൽ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു നല്ലൊരു ഐഡന്റിറ്റി, നല്ലൊരു സിറ്റിസണിനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതാണ് ഒരു ലാസ്റ്റ് ഒരു ഗൈഡിങ് പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്നത്. ഇതാണ് 5 ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ഓഫ് NCF 2005. ഓക്കെ, അതിൽ ഞാൻ കൂടുതൽ നിങ്ങളോട് ചോദിക്കാത്തെന്ന് ചോദിച്ചാൽ മേ ബി എല്ലാവർക്കും അറിയണം എന്നുണ്ടാവില്ല. നിങ്ങൾ എത്ര പേര് എവിടെ വരെ എത്തിയെന്ന് എനിക്ക് അറിയില്ലല്ലോ. ഓക്കെ, then where does the glass menagerie take place? മിസിസിപ്പി. ആരാ പറഞ്ഞേ? ഡെൻവർ. ഓക്കെ, സെയിന്റ് ലൂയിസ് അല്ലേ? സെന്റ് ലൂയിസ് അല്ലേ? അതെ, സെന്റ് ലൂയിസ് ആണ് ഡെൻവർ ആൻസർ. അപ്പൊ ഡെൻവർ എന്താണെങ്കിലും ഈ ഉത്തരം തെറ്റിക്കില്ല. എക്സാമിന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഡെൻവർ സെന്റ് ലൂയിസ് കറക്റ്റ് ആയിട്ട് തന്നെ എഴുതും. സോ ഗ്ലാസ് മെനാജറി ടേക്ക് പ്ലേസ് ചെയ്യുന്നത് സെന്റ് ലൂയിസിലാണ്. ഓക്കെ, സോ ഗ്ലാസ് മെനാജറി ബുക്കിന്റെ ഒരു ഇതും പിന്നെ ഒരു അതിന്റെ പ്ലേസ്, അതിന്റെ കുറെ പ്ലേ അഡാപ്റ്റേഷൻസ് നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാം കേട്ടോ. ഇപ്പൊ ഒരു ഇംഗ്ലീഷ് ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മലയാളം സിനിമ അകലെ എന്ന് പറയുന്നതും ഗ്ലാസ് മെനാജറിയുടെ ഒരു ഇതാണ്. അതൊരു മെമ്മറി പ്ലേ ആണ്. ഇനി നിങ്ങൾ ആഡ് ചെയ്യാം. മാം, ഇതൊരു ഷോർട്ട് സ്റ്റോറി പോർട്രേറ്റ് ഓഫ് എ ഗേൾ ഇൻ എ ഗ്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ളത് എടുത്തത്. അതാണോ ജെന്റിൽമാൻ? അല്ല, ജെന്റിൽമാൻ കോളർ അല്ലേ? ജെന്റിൽമാൻ എന്റെ അറിവിൽ അങ്ങനെയാണ്. ആരാ പറഞ്ഞെന്ന് എനിക്ക് അറിയില്ല. ആരെയാണ് ജെന്റിൽമാൻ? ഇല്ല, ജെന്റിൽമാൻ കോളർ. ജെന്റിൽമാൻ കോളർ ആണ്. മറ്റേ അത് പറഞ്ഞ എനിക്ക് ഇത് സ്ക്രീനിലായിരുന്നു, എനിക്ക് പറയുന്ന ആളുടെ പേരറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. ആര്യ പറഞ്ഞേ. ജെന്റിൽമാൻ പോർട്രേറ്റ് ഓഫ് എ ഗേൾ ആണോ പറഞ്ഞത്? ആര്യ ജെന്റിൽമാൻ കോളർ. പോർട്രേറ്റ് ഓഫ് എ ഗേൾ ഇൻ ഗ്ലാസ് ആണ്. എനിക്ക് ആന്തോളജി ഉണ്ട്, അമേരിക്കൻ ആന്തോളജി, നോട്ട് ആന്തോളജി ഓഫ് അമേരിക്കൻ ലിറ്ററേച്ചറിൽ ടെനിസി വില്യംസിന്റെ പോർട്രേറ്റ് ഓഫ് എ ഗ്ലാസ് ഇൻ പോർട്രേറ്റ് ഓഫ് എ ഗേൾ ഇൻ ഗ്ലാസ് ആ കഥ വരുന്നുണ്ട് ആന്തോളജി കളക്ഷനിൽ. ആന്തോളജി കളക്ഷനിൽ അങ്ങനെ ഒരു കഥ വരുന്നുണ്ട്. അപ്പൊ ആ കഥയിൽ നിന്ന് എടുത്തതാണെന്നാണ് പറയുന്നത്. ആ കഥയും പിന്നെ ജെന്റിൽമാൻ കോളറും അതിന്ന് രണ്ടെണ്ണം എടുത്തെന്ന് ഞാൻ എഴുതിയേക്കും. ജെന്റിൽമാൻ കോളറും കണ്ടിട്ട്. രണ്ടും കണ്ടു. രണ്ടും ഉണ്ട്. അത് ഞാൻ കേട്ടിട്ടുണ്ട്, മറ്റേത് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ രണ്ടും ഉണ്ടാവുമായിരിക്കും. ഏത് ബുക്കിൽ നിന്നാ? ഡെൻവർ അല്ലേ പറഞ്ഞ? ഏത് ബുക്കിൽ നിന്നാ ഡെൻവർ? നോർട്ടേൺ ആന്തോളജി ഓഫ് അമേരിക്കൻ ലിറ്ററേച്ചർ വോളിയം 1. അതില് ഈ കഥ ഇതേ കഥയാണ്, ലോറന്റെ ടോമിന്റെ അതേ കഥയാണ്. പേര് ഓർമ്മയുണ്ടെങ്കിൽ ഡെൻവർ ഒന്ന് ചാറ്റിൽ ഇട്ടോ, അപ്പൊ എല്ലാവർക്കും ഒന്ന് ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പം അതാണ്. പിന്നെ ഒരു മെമ്മറി പ്ലേ ആണ്, അത് അറിയാലോ എല്ലാവർക്കും. പിന്നെ ഇത് കുറെ ഓട്ടോബയോഗ്രഫിക്കൽ എലമെന്റ്സ് ഉണ്ട്. ഇതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സ് ടോം വിങ്ഫീൽഡ്, അമാൻഡ വിങ്ഫീൽഡ്, ലോറ വിങ്ഫീൽഡ്, ജിമ്മോ കോണർ എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്. അകലെ കണ്ടിട്ടില്ലേ? എല്ലാവരും കണ്ടിട്ടുണ്ടാവൂലോ. നമുക്ക് ഡിഗ്രിക്കോ ബിഎസ്സിക്കോ എപ്പോഴേലും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അതിന്റെ കഥനെ കുറിച്ച് കൂടുതൽ എനിക്ക് അറിയില്ല. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. മെസ്സേജ് അയച്ചാൽ എനിക്ക് കാണത്തില്ല. ഒന്ന് പറഞ്ഞാൽ. ലോറന്റെ നിക്നെയിം ബ്ലൂ റോസസ് എന്ന് പറഞ്ഞിട്ട്. അതെ, ബ്ലൂ റോസസിന് പകരം ജിമ്മ് വിളിക്കും. ബ്ലൂ റോസസ്. അതെ അതെ, ലോറയ്ക്ക് ഒരു അസുഖം, ശരിക്കും ഫ്ലൂറോസിസ് എന്ന് പറയുന്നതാണ്. അതിനെ
പറയാൻ പ്രൊനൗൺസ് ചെയ്യാൻ പറ്റാത്ത കാരണം അല്ലെങ്കിൽ എന്തോ കേൾക്കുന്ന ഡിഫറൻസ് ഉണ്ട്. ജിമ്മ് ലോറേനെ വിളിക്കുന്നതാണ് ബ്ലൂ റോസസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. പിന്നെ ലോറയ്ക്ക് ഒരു സെറ്റ് ഓഫ് ഗ്ലാസ് ആനിമൽസ് ഉണ്ട്, കുറെ ഗ്ലാസ് ആനിമൽസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ലോറയ്ക്ക് ഒരു സ്യൂട്ടർ എന്നുള്ള രീതിയിലാണ് ടോം ജിമ്മിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ലോറയ്ക്ക് പണ്ട് മുതലേ സ്കൂൾ മുതലേ തന്നെ ജിമ്മിനോട് ഒരു ചെറിയ ക്രഷ് ഉണ്ട്. പിന്നെ ലോറ ഭയങ്കര ഷൈ ആണ്. ലോറ ടൈപ്പ് റൈറ്റിംഗ് ക്ലാസ്, 10th ക്ലാസ്, എനിക്ക് അകലയിൽ ടൈപ്പ് റൈറ്റിംഗ് ക്ലാസ് ഓർമ്മ. എന്റെ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പോകുമ്പോ കൃത്യം ടൈപ്പ് റൈറ്റിംഗ് ക്ലാസ് ആണെന്നോ എനിക്ക് ഉറപ്പില്ല കേട്ടോ, നിങ്ങൾ നോക്കണം. എനിക്ക് അകലയുടെ ഓർമ്മ വെച്ച് ഞാൻ പറഞ്ഞേ. അപ്പൊ പഠിക്കാൻ പോവില്ല, അതിന് പകരം ഇങ്ങനെ മ്യൂസിയം അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ആള് കറങ്ങി തിരിഞ്ഞ് നടക്കും. പിന്നെ ജിമ്മ് വരുന്നു. ജിമ്മും ലോറയും തമ്മിൽ നല്ലൊരു ചെറിയൊരു എപ്പിസോഡ്. അവര് ഡാൻസ് ചെയ്യുന്നു, അവര് സംസാരിക്കുന്നു. ജിമ്മിനോട് വളരെ ഷൈ ആയിട്ടുള്ള ലോറ ഓപ്പൺ അപ്പ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഡാൻസ് ചെയ്യുന്നതിനിടയ്ക്ക് ആ ഗ്ലാസ് യൂണിക്കോൺ താഴെ വീണ് പൊട്ടുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ അവസാനം ഈ ജിമ്മിന് വേറൊരു ഫിയാൻസി ഉണ്ടെന്ന് അമാൻഡ അറിയുകയാണ്. അപ്പൊ അമാൻഡ ആ ദേഷ്യത്തിൽ ടോമിനോട് വളരെ ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ ടോം ഫയർ എസ്കേപ്പ് വഴി രക്ഷപ്പെടുകയാണ്. ജീവനും കൊണ്ട് ടോം ഓടിപ്പോവുകയാണ്. അല്ലെ, എനിക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ എപ്പോഴും ടോം എന്ന് പറയുന്നത്. നമുക്ക് ഈ കുറെ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ തലയ്ക്ക് പിടിക്കുമ്പോ എങ്ങോട്ടേലും ഓടിപ്പോയാൽ മതി എന്നുള്ളൊരു തോന്നല് വരുന്ന പോലെ എനിക്ക് എപ്പോഴും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ടോം എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഫയർ എസ്കേപ്പിൽ കൂടെ ആള് രക്ഷപ്പെടുന്നതാണ് കഥ. ഓക്കെ, സോ അതാണ് ഗ്ലാസ് മെനാജറി. നിങ്ങൾ വായിക്കാനാണെങ്കിലും വളരെ സിമ്പിൾ ആണ്, നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇനി ആർക്കെങ്കിലും വായിക്കാൻ മടിയുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് റിഫ്രഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അകലെ ഒന്നെടുത്ത് കണ്ടാൽ മതി. Now, who is the author of the essay Towards Feminist Politics? Ellen Showalter, Margaret Fuller? Ellen Showalter. ഓക്കെ, അപ്പൊ ടുവേർഡ്സ് എലൻ ഷോവാൾട്ടർ അമേരിക്കൻ ലിറ്റററി ക്രിട്ടിക് ആണ്, ഫെമിനിസ്റ്റ് ആണ്. എലൻ ഷോവാൾട്ടർ എന്ന് പറയുമ്പോൾ ഉടനെ അടുത്ത് കേൾക്കേണ്ട പേര് എന്ന് പറയുന്നത് ഗൈനോക്രിറ്റിസിസം. എലൻ ഷോവാൾട്ടർ ഗൈനോക്രിറ്റിസിസം, അങ്ങനെ വേണം നമ്മളത് ഓർത്തിരിക്കാൻ. എലൻ ഷോവാൾട്ടർ ഗൈനോക്രിറ്റിസിസം. പ്രധാനപ്പെട്ട വർക്കുകൾ ടുവേർഡ്സ് ഫെമിനിസ്റ്റ് പോളിറ്റിക്സ് 1979, സെക്ഷൽ അനാർക്കി, ജെൻഡർ ആൻഡ് കൾച്ചർ അറ്റ് ദ ഫിൻഡേ സിയക്കിൾ. വേറെയും കുറെ വർക്കുകളൊക്കെ ഉണ്ട്. ആ മൊത്തം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 3 ഫേസസ് അറിയാലോ അല്ലെ? 3 ഫേസസ് എന്ന് പറയുന്നത് എക്സ്ക്യൂസ് മീ മാം, ഞാനൊന്ന് ലീവ് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. ഫെമിനൈൻ ഫേസ്, ഫെമിനിസ്റ്റ് ഫേസ്, ഫീമെയിൽ ഫേസ്. അപ്പൊ ഫെമിനൈൻ ഫേസ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുക, അവിടെ ഉണ്ടായിരുന്ന മെയിൽ റൈറ്റിംഗ്സിനൊക്കെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് കുറെ റൈറ്റിംഗ്സ് ഉണ്ടാക്കുക. അതേപോലെ തന്നെ മെയിൽ സ്യൂഡോണിംസ് യൂസ് ചെയ്യുക. അങ്ങനെ ഒരു ഫേസ് ആയിരുന്നു ഫെമിനൈൻ ഫേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് പോയിന്റ്സ് മാത്രം പറഞ്ഞിട്ട് പോവാം, കാരണം സമയം എത്ര ആയല്ലോ. പിന്നെ ഫെമിനിസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ആദ്യത്തേത് ഇമിറ്റേഷൻ ആണെങ്കിൽ രണ്ടാമത്തേത് ഒരു കൂടുതലും പ്രൊട്ടസ്റ്റ് എന്നുള്ള രീതിയിലാണ്. മെയിൽ സ്റ്റാൻഡേർഡ്സിൽ അവർ സ്ത്രീകളെ വിവരിച്ചിരുന്ന കാര്യങ്ങളെ കുറിച്ച് അത് റിജക്ട് ചെയ്യുക, അതിനെതിരെ ഒരു പ്രൊട്ടസ്റ്റ് എന്നുള്ള ഒരു രീതിയിലായിരുന്നു ഒരു ഫെമിനിസ്റ്റ് ഫേസ് വന്നത്. അത് 1882-1920 ആണ് പറയുന്നത്. അതേപോലെ തന്നെ ആ സമയത്താണ് വോട്ടിംഗ് റൈറ്റ്സിനായിട്ടുള്ള സഫ്രേജ് മൂവ്മെന്റും കാര്യങ്ങളും ഒക്കെ വരുന്നത്. പിന്നെ ഫീമെയിൽ ഫേസ് എന്ന് പറയുന്നത് ഇത് രണ്ടിൽ നിന്ന് മാറി ഒരു സെൽഫ് ഡിസ്കവറി ആണ്. ഈ വുമൺ റിജക്ട് ബോത്ത് ഇമിറ്റേഷൻ ആൻഡ് പ്രൊട്ടസ്റ്റ്. ഇമിറ്റേഷനും പ്രൊട്ടസ്റ്റും രണ്ടും റിജക്ട് ചെയ്യുകയാണ്. ഫീമെയിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോണമസ് ആർട്ടാണ് എന്നുള്ള രീതിക്ക് വരികയാണ്. പിന്നെ പുള്ളിക്കാരെ ഡിസ്കസ് ചെയ്യുന്ന വേറെ കുറെ കാര്യങ്ങളുണ്ട്. വുമൺ ആസ് എ റീഡർ, വുമൺ ആസ് എ റൈറ്റർ എന്ന് പറയുന്ന കുറെ കാര്യങ്ങൾ. ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്ക് എന്ന് പറയുന്നത് അതൊരു യൂട്യൂബിൽ ഒരു ലിങ്ക് ആണ്. CMS കോളേജിലെ ഒരു ടീച്ചറാണെന്ന് തോന്നുന്നു, ബെറ്റി എന്ന് എന്തോ പറയുന്ന ഒരു ടീച്ചറിന്റെ ഒരു ക്ലാസ് ആണ് ടുവേർഡ്സ് ഫെമിനിസ്റ്റ് പോളിറ്റിക്സ്. എനിക്കത് കേട്ടിട്ട് അത്യാവശ്യം എനിക്ക് നല്ല എനിക്ക് മനസ്സിലാവുന്ന പോലെ എനിക്ക് തോന്നിയത്. ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കുമല്ലോ, അപ്പൊ നിങ്ങൾ കേട്ട് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണെങ്കിൽ നല്ല ഹെൽപ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, സോ അതാണ് ഫെമിനിസ്റ്റ് പോളിറ്റിക്സ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ തിയറി ഓഫ് ദ ട്രാൻസ്ഫോർമേഷൻ ജനറേറ്റീവ് ഗ്രാമർ ഈസ് കണ്ടെയ്ൻഡ് ഇൻ syntactic structure, aspects of the theory of syntax, language, both A and B. Both A and B. Yeah, both A and B. Syntactic structures and aspects of the theory of syntax. അപ്പം ആദ്യം സെഡ്ലിക് ഹാരിസ് അല്ലേ? സെഡ്ലിക് ഹാരിസ് ആണ് ഇത് കൊണ്ടുവരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ, ഞാൻ മറന്നുപോയി. ഓക്കെ, അങ്ങനെ ആദ്യം ചോംസ്കി ഒരു ഇത് പറയുന്നത് സിന്റാക്ടിക് സ്ട്രക്ചേഴ്സ് ആണ്.
പിന്നീട് അത് അദ്ദേഹം ഡെവലപ്പ് ചെയ്യുന്നതും ഡീപ് സ്ട്രക്ചർ, സർഫസ് സ്ട്രക്ചർ പോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് 1965 ആസ്പെക്ട്സ് ഓഫ് തിയറി ഓഫ് സിൻടാക്സിലാണ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ എല്ലാവർക്കും മാം ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. പറയൂ സാഹിത്യ. മാം, കമലാദാസിന് ദ മദർ ഓഫ് മോഡേൺ ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രി എന്നൊരു ടൈറ്റിൽ ഉണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ടൈംസ് ഇന്ത്യയിൽ നിന്നും നോബൽ പ്രൈസിന് വേണ്ടിയിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടത് ഗാന്ധിജിയാണ് 5 times. അതെ അതെ, ഗാന്ധിജിയാണ് നോബൽ പ്രൈസിന് വേണ്ടി ഏറ്റവും കൂടുതൽ തവണ നോമിനേറ്റ് ചെയ്തത്. പക്ഷെ ഗാന്ധിജിക്ക് നോബൽ പ്രൈസ് കിട്ടുന്നില്ല. ഗാന്ധിജി മരിച്ച വർഷം, അതിന് കുറെ റീസൺസ് ഉണ്ട്. ഗാന്ധിജിയുടെ പറയുന്ന കുറെ റീസൺസ് ഉണ്ട് ഗാന്ധിജി നോബൽ പ്രൈസ് കിട്ടാത്തതിന്. ഗാന്ധിജി ഒരു ഇൻകൺസിസ്റ്റന്റ് ലീഡർ ആണെന്നുള്ള കാര്യവും അങ്ങനെയൊക്കെ, അതൊരു വേറൊരു ഡിസ്കഷനാണ് സാഹിത്യ. പിന്നെ ഗാന്ധിജി മരിച്ച വർഷം ശരിക്കും ആർക്കും നോബൽ പ്രൈസ് കൊടുക്കുന്നില്ലല്ലോ. ഗാന്ധിജി മരിച്ച വർഷം ഒരു പ്രോപ്പർ കാൻഡിഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ആർക്കും നോബൽ പ്രൈസ് കൊടുക്കുന്നില്ല എന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെയാണ് ഗാന്ധിജിയുടെ കാര്യങ്ങൾ. പിന്നെ ഇൻട്രൊഡക്ഷനില് 3 ലാംഗ്വേജസ് പറയുന്നില്ലേ, മലയാളം, ഇംഗ്ലീഷ്, പിന്നെ ഏത് ലാംഗ്വേജ് ആണ്? അങ്ങനെ 3 ലാംഗ്വേജസ് ഏതാണെന്ന് പറയുന്നില്ല. ഐ സ്പീക്ക് 3 ലാംഗ്വേജസ് എന്നല്ലേ അതിനകത്ത് പറയുന്നത്. അത് മലയാളം, ഇംഗ്ലീഷും ചിലപ്പോ ഹിന്ദി ആയിരിക്കും. കൽക്കട്ടയിലല്ലേ, അപ്പൊ ബംഗാളി ആയിരിക്കും. മേ ബി ബംഗാളി ആവാം. അത് കൃത്യം അതിനകത്ത് പറയുന്നില്ലല്ലോ. നമുക്കൊരു അസംഷൻ അല്ലേ, നമുക്കൊരു അസംഷൻ എടുക്കാന്നല്ലേ ഉള്ളൂ. ഡെൻവർ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം പോയതിനകത്ത് കൃത്യം പറയുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ കൃത്യമായിട്ടൊരു സൂചന തരുന്നില്ലല്ലോ. കൽക്കത്തയിലായതുകൊണ്ട് ചിലപ്പോ ഹിന്ദി ആവാം, അല്ല ബംഗാളി ആവാം. നമുക്കറിയില്ലല്ലോ. ഐ സ്പീക്ക് 3 ലാംഗ്വേജ് എന്ന് പറയുമ്പോ ഏതാണ് ഉദ്ദേശിക്കുന്നതെന്ന്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനുണ്ടോ, അതോ എല്ലാവരും പോയോ? ഞാൻ ഈ സ്ക്രീൻ ഒന്ന് മീറ്റ് സ്ക്രീൻ ഷെയറിങ് മാറ്റുവാണേ. ഓക്കെ, അപ്പൊ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒക്കെ പറയാനുണ്ടോ? നമുക്ക് നിർത്താം. Okay, ma'am. Okay, ma'am. Thank you. Good night. Have a great weekend എല്ലാവർക്കും. Okay. Thank you, ma'am. Thank you so much. Okay, ma'am. Thank you. Thank you so much.